വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരായ ദൈവഭൃത്യന്മാർ, ദൈവമക്കൾ, ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര്, ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് കാണുവാനും കേൾക്കുവാനും ഉതകത്തക്ക വിധത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലൈവ് ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, ലൈവ് ചെയ്യുന്നവരോടൊരു കാര്യം പറയാം. ഇച്ചിരി കട്ട് ചെയ്തിട്ട് ദോഷം ഒപ്പിച്ചു വെക്കരുത്. മൊത്തം പ്രസംഗം ഇട്ടോണം. ഇപ്പം ഇത് വലിയ വിനയായിട്ട് തീർന്നിരിക്കുക. അല്പാൽപ്പം കട്ട് ചെയ്ത് നമ്മുടെ വള്ളയടിക്കാനാ. അപ്പം പ്രസംഗം അങ്ങ് മൊത്തം ഇട്ടു, കുഴപ്പമില്ല. ഇച്ചിരി കട്ടിട്ട് അതിനൊരു ഹെഡിങ്ങും ഒക്കെ കൊടുക്കും. നമുക്ക് ഉണം പിടിപ്പിക്കാൻ ചെയ്യുന്നതല്ല, നമ്മളെ മുടിച്ച് തേച്ച് കഴുകാൻ വെക്കുന്നതാണ്. അപ്പം അത് വിനയായിത്തീരും. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, സമീപവാസികൾ, വിശേഷിച്ച് ഈ നേരെ കാണുന്ന ഭവനം, അവിടെ പാർക്കുന്ന പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെട്ടവൾ, സമീപവാസികളാകുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിലെ വീണ്ടും വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഇവിടുന്ന് കടന്നുപോയി. യാത്രയിൽ ദൈവകൃപ ചൊരിഞ്ഞു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. ഇന്ന് രാവിലെ വളരെ ബത്തപ്പാടൊക്കെ ഉണ്ടെങ്കിലും അവിടെ എല്ലാം കടന്നുപോയി ശുശ്രൂഷകളിൽ സംബന്ധിച്ചു. ഇന്നലെ ഓർപ്പിച്ചതുപോലെ അല്പം നേരത്തെ എത്തുവാൻ ദൈവം കരുണ ചെയ്തു. വീണ്ടും ഇങ്ങനെ ദൈവത്താൽ ഒരുക്കപ്പെട്ട അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് ഈ ദേശത്ത് വരുമ്പോൾ അനേക ദൈവമക്കളെ പരിചയമുണ്ട്, ദൈവദാസന്മാരെ പരിചയമുണ്ട്. ന്യൂ ഇന്ത്യ സഭയുടെ ഇവിടുത്തെ പ്രധാന ശുശ്രൂഷ ചെയ്യുന്ന ശിവപാസ്റ്ററിൻ്റെ സ്നേഹിതനാണ് ആ മാന്യ കർത്തൃദാസൻ കുടുംബം. ഈ ദേശത്ത് വരുമ്പോൾ ആ ഭവനത്തിൽ പാർക്കുകയും വിശ്രമിക്കുകയും ചെയ്യുവാനൊക്കെ ദൈവം കൃപ നൽകുന്ന മാന്യ മാതാവ്, അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കർത്തൃദാസന്മാർ, ഇവിടെ വിവിധ സഭകൾ, ശുശ്രൂഷകർ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവവചനം വായിപ്പാനായിട്ട് രണ്ടുപേരെ അവിടെ ഇരുത്തിയത് വളരെ നന്നായിരിക്കുന്നു. നന്നായിട്ട് വായിച്ചു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വായിച്ച തിരുവെടുത്തൊന്ന് വായിച്ചാട്ടെ.
എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. ഈ ദുനിയാവിലെ മനുജനമെല്ലാം അല്ലാഹുവിൽ നിന്നകന്നതിനാല്, ഈ ദുനിയാവിലെ മനുജന്മാരെല്ലാം അല്ലാഹുവിൽ നിന്നകന്നതിനാല് ഇബ്ലീസിൽ അടിമകളായി ഹലാക്കിലായല്ലോ. ഇബ്ലീസിൻ അടിമകളായി ഹലാക്കിലായല്ലോ. ഈ ദുനിയാവിലെ മനുജന്മാരെല്ലാം അല്ലാഹുവിൽ നിന്നകന്നതിനാല്, ഈ ദുനിയാവിലെ മനുജന്മാരെല്ലാം അല്ലാഹുവിൽ നിന്നകന്നതിനാല് ഇബ്ലീസിൽ അടിമകളായി ഹലാക്കിലായല്ലോ. ഇബ്ലീസിൽ അടിമകളായി ഹലാക്കിലായല്ലോ. ബന്നോളിൻ സോദരനെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം, വിട്ടോളിൻ പാപവഴികൾ ഏറ്റുകൊള്ളീസായേ. ബന്നോളിൻ സോദരനെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം, വിട്ടോളിൻ പാപവഴികൾ ഏറ്റുകൊള്ളീസായേ. അദാമ്യ പാപനിമിത്ത പാപികളായി മനുജരല്ലോ, അദാമ്യ പാപനിമിത്ത പാപികളായി മാനവരെല്ലാം ഹലാക്കിലായല്ലോ. ബന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം, വിട്ടോളിൻ പാപവഴികൾ ഏറ്റുകൊള്ളീസായേ. ബന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം, വിട്ടോളിൻ പാപവഴികൾ ഏറ്റുകൊള്ളീസായേ. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 39 വരെയുള്ള തിരുവെടുത്താണ് തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഇന്നലെ വായിച്ചത്. ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. ശേഷമുള്ള കാര്യം ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കാം. ഒരിക്കൽ കൂടി ആ തിരുവെടുത്തുകൾ ആമേൻ വായിച്ച് സഹായിച്ചാട്ട്. സഹോദരിയുടെ പേരെന്താ? ബ്ലസ്സി. ബ്ലസ്സി വായിച്ചാട്ട്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. പിന്നെ തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്.
ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 39 വരെയുള്ള തിരുവെഴുത്തുകളാണ് ഇന്നലെ ഓർപ്പിച്ചല്ലോ. ഈ തിരുവെഴുത്തുകളിൽ 3 കാലങ്ങൾ വിശേഷമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 പൂർവകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ഇന്ന് മൈക്ക് നന്നായിരിക്കുന്നു. നല്ലതാന്ന് പറയണമല്ലോ. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, പറയാനല്ലോ, കുഴപ്പമില്ലല്ലോ. മോനും കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. ഈ പരുവത്തിന് പോട്ടെ. അപ്പോൾ ഈ തിരുവെഴുത്തുകളിൽ 3 കാലം. 1 പൂർവകാലം, അതാണ് 33-ാമത്തെ വാക്യം. വായിച്ചാട്ടെ ബ്ലസി അല്ലേ? ബ്ലസി വായിക്കും. ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം. 1 പൂർവകാലം. ഇനി 2 വർത്തമാനകാലം. വർത്തമാനകാലം എന്ന് എഴുതിയിട്ടില്ലെങ്കിലും വാക്യം വായിക്കുമ്പോൾ വർത്തമാനകാല വിഷയങ്ങളാ കൊടുത്തിരിക്കുന്നത്. 35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നിങ്ങളുടെ ധൈര്യം നിങ്ങളെ തള്ളിക്കളയരുത്. അത് വർത്തമാനകാലമാ. നിങ്ങൾ ധൈര്യത്തോടെ ഇരുന്നോണം, ധൈര്യത്തോടെ നിൽക്കണം, അത് തള്ളിക്കളയരുത്. അടുത്തത് ഭാവി കാലം, അതാണ് 37. വായിച്ചേ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാണ് ഭാവി കാലം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അപ്പോൾ 3 കാലം. ഇന്നലെ നാം ചിന്തിച്ചു, എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതിനേക്കാൾ ഏറെ നല്ലതാണ് വന്നു കയറിയിരിക്കുന്ന ഈ സ്ഥലം. നേരത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യങ്ങൾ, പിന്തുടർച്ചകൾ, മാമൂലുകൾ ഒക്കെ അതെല്ലാം വിട്ടേച്ചാണ് എബ്രായ വിശ്വാസികൾ നസ്രായ മാർഗത്തിന്റെ പുറകെ വന്നത്. ധാരാളം കാര്യം ഇവർ വിട്ടു. പള്ളി, പ്രൗഢി, പത്രാസ്, ആചാരം, അനുഷ്ഠാനങ്ങള്, പാരമ്പര്യം, ഇതെല്ലാം വിട്ടു. അപ്പോൾ അത് വിട്ട് ഇവര് നസ്രായ മാർഗത്തിന്റെ അല്ലെങ്കിൽ നസ്രായന്റെ പുറകെ ഇറങ്ങി. അപ്പോൾ അവരോട് പറയാ, വിട്ടു പോന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയിരിക്കുന്ന ഈ ഇടം. ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഈ മാർഗത്തിൽ വന്നല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു ഇരിക്കരുത്. ദൈവമേ, പെട്ടുപോയി. ചിലരുടെ ഇരിപ്പ് കണ്ട വലിയ കൊടും ചതുവിനകത്ത് അകപ്പെട്ടതുപോലെ. ഇതുപോലൊരു ഗതികേട്. അലങ്കാരമില്ല, സ്ഥാനമാന ശോഭമില്ല, അലങ്കാരമില്ല, സ്ഥാനമാന ശോഭമില്ല, പരനോട് എതിർപ്പഞ്ഞമില്ല, പരിഭവിക്കില്ലോ മാത്രമ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. അത് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരുടെ ഒരു കാര്യം, വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, ദൈവം സഹായിക്കട്ടെ. അപ്പം പാട്ട് പാടുമ്പം എൻ്റെ ശബ്ദം മേളിൽ നിൽക്കണം. എൻ്റെ ശബ്ദം അത്ര നല്ലതല്ല, പക്ഷെ പാട്ട് പാടുമ്പം മേളിൽ നിൽക്കണം. കാരണം ഞാൻ എന്തുവാ പാടി വെക്കുന്നത്, ഇതിൻ്റെ പദം, പദാനുപദങ്ങള്, പ്രയോഗം അതെല്ലാവർക്കും മനസ്സിലാകണം. അല്ലെ ബഹളമാണെന്ന് പറയും. അപ്പൊ പാട്ട് പാടുമ്പോൾ ഹാർമോണിയം, ഈ ഓർഗണ്, തബല, മൃദംഗം വായിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പുള്ളി വായിക്കും. അപ്പൊ അതിൻ്റെ എല്ലാം ശബ്ദം ഞാൻ പാട്ട് പാടുമ്പം ഇച്ചിരി താഴെ നിൽക്കണം. ഞാൻ ചിലപ്പം 2 ശീലി പാടി വെച്ച് ഇവർക്ക് അത് വായിക്കാൻ അവസരം കൊടുക്കും. അന്നേരം അത് കൂട്ടി വെക്കണം. കേൾക്കുന്നുണ്ടോ? ഇവർക്ക് ഞാൻ അവസരം കൊടുക്കും. എനിക്ക് കണക്കൊന്നും അറിയത്തില്ലെങ്കിൽ അവരെന്നെ
അങ്ങനെ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്നേരം അവരുടെ വാദ്യോപകരണത്തിന്റെ ശബ്ദം മേളിൽ നിൽക്കണം. പിന്നെ ഞാൻ പാട്ട് പാടുമ്പോൾ പിന്നെ ഇത് എൻ്റെ ശബ്ദം മേളിൽ നിൽക്കണം. എന്നാ നമ്മളൊരു ധാരണയിൽ പോകണം. അല്ല തന്നെയല്ല, പുസ്തകത്തിലെ പ്രമാണവും അങ്ങനെ. സംഗീതക്കാർ മുൻപിൽ, വീണക്കാരെല്ലാം പിൻപിൽ എന്ന് പറഞ്ഞാൽ ഞാനോ അനീഷല്ലേ അവിടെ പോയിരിക്കുന്ന പാട്ട് പാടി ക്ഷീണിച്ചോ? ഓ, മഞ്ഞടിക്കാൻ മേല. അനീഷ് നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ അനീഷ് പാടുമ്പം ഞാനും അനീഷ ഒന്ന് നോക്കുകയല്ല, പുള്ളിയോട് ഇപ്പോൾ ഒന്ന് നോക്കുകയല്ല. അപ്പം മറ്റേ സഹോദരന്മാർ, ദൈവദാസന്മാർ പാടുമ്പോൾ പാട്ടിൻ്റെ ശബ്ദം മേളിൽ നിൽക്കണം. കാരണം ഉപദേശ പശുക്ക് വല്ലതും പാടി വെക്കുന്നുണ്ടോ എന്നും കൂടെ അറിയണം. എല്ലാ പാട്ടിനും കയറി ഗ്ലോറി എന്ന് പറഞ്ഞ് തലയിട്ടല്ല ഇളക്കരുത്. ഉപദേശ പശുക്കുള്ള പാട്ടുകൾ ഇപ്പോൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ച് കേട്ടേച്ച് വേണം ആമേൻ പറയാനും ഹല്ലേലൂയ പറയാനും. അവർ പറയും ഒരിക്കൽ കൂടി ശക്തിയോടെ വീശി എല്ലാത്തിനും ഒന്നും വീശണ്ട. നല്ല പാട്ടുകൾ, ഉപദേശ പശുക്കില്ലാത്തത്, വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതിന് വീശുകല്ല, എഴുന്നേറ്റ് നൃത്തം ചെയ്തോണം. അത് പറഞ്ഞിട്ടുമല്ല, അകത്ത് കത്തലുണ്ടാകുമ്പോൾ ചാടി എഴുന്നേക്കും. അപ്പോൾ സംഗീതക്കാർ അതിൻ്റെ മുൻപിൽ, വീണക്കാരല്ല അതിൻ്റെ പിമ്പിൽ എന്ന് പറഞ്ഞാൽ ഇത് വേണം മേളിൽ നിൽക്കാൻ. ഞാനൊന്നുകൂടെ ഒന്ന് നോക്കട്ടെ. അപ്പം നമുക്ക് നോക്കിയിട്ട് പയ്യെ തുടങ്ങാം. തരമെടുമലങ്കാരമില്ല, സ്ഥാനമാന ചോപമില്ല. തരമെടു അലങ്കാരമില്ല, സ്ഥാനമാന ചോപമില്ല. പറഞ്ഞോണ്ടെതിർപ്പനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്കാൻ മാത്രമ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, ത്യജിച്ചതിനേക്കാൾ, വെറുത്തതിനേക്കാൾ, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കൃപയിൽ വന്നതാ നമ്മുടെ ഭാഗ്യം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ ഏറ്റവും വലിയ ഭാഗ്യം. നീ ഒരു ദൈവ പൈതലായി തീർന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. ഈ മാർഗത്തിൽ വന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇതിൽ പരം വേറൊരു ഭാഗ്യമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. അത് നമ്മൾ ഇന്നലെ ചില കാര്യങ്ങൾ ചിന്തിച്ചല്ലോ. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് തെളിയിച്ച് 10ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമൻ ഇവരെ ചില കാര്യങ്ങൾ പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുകയാണ്. അതാണ് 10ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള തിരുവെഴുത്തുകൾ നാം ഇന്നലെ വായിച്ചു. അതുകൊണ്ട് യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഗതിന് നമുക്കുള്ളത് കൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പൊ അടുത്തോട്ട് വരണം, അടുത്ത് വരണം. വേറൊരു പദമുണ്ട് പഠനത്തിൽ, ശരണത്തിനായി ഓടി വന്നെന്ന. അപ്പൊ ഈ ഓടി വരണം. ചിലരുടെ ആ വരവൊക്കെ കണ്ടാൽ നമുക്ക് അഡ്മിറ്റ് ആക്കാൻ തോന്നും. ശരണത്തിനായി ഓടി വന്നു, അങ്ങനെ ആ പദം. അപ്പം അടുത്തേക്ക് വരണം. അടുത്തേക്ക് വരാൻ ആഹ്വാനം കൊടുക്കുന്നത് ദൂരെ നിൽക്കുന്നത് കൊണ്ടാ.
നിങ്ങളെ ദൂരത്ത് നിൽക്കരുത്, മാറി നിൽക്കരുത്, ഒഴിഞ്ഞു നിൽക്കരുത്, അകന്ന് നിൽക്കരുത്, ധൈര്യത്തോടെ അടുത്ത് വരണം. 4-ാം അധ്യായത്തിന്റെ 16 എങ്ങോട്ടാ വരേണ്ടതെന്ന്. 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലണം. അത് അടുത്തോട്ട് വരണം. ഓടി വന്നാൽ കുറച്ചുകൂടെ നല്ലതാ, പെട്ടെന്ന് എത്താമല്ലോ. നടന്നു വന്നാൽ അല്പം കൂടെ വൈകും. അപ്പോൾ ഓടി വരണം, കൃപാസനത്തിന്റെ അടുക്കലേക്ക് വരണം. ഇനി സബ്ജക്ട് വേറെയാണെന്നില്ല, എവിടാ വന്നിരിക്കുന്നത്? 12:22 വായിച്ചാട്ടെ ബ്ലസി. 12:22 എവിടാ വന്നിരിക്കുന്നത്? പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിയാത്മാരുടെ സഭയും പിന്നെ എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അവിടെയാ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. തീർന്നില്ല. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. മധ്യസ്ഥൻ, ഏകരക്ഷിതാവ്, ഏകരക്ഷകൻ ഒരുവൻ മാത്രം, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ അടുക്കലേക്കാണ് നമ്മൾ ഓടി വന്നിരിക്കുന്നത്, അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എബ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങൾ അകന്നു നിൽക്കരുത്, ദൂരെ മാറി നിൽക്കരുത്, ഒഴിഞ്ഞു നിൽക്കരുത്. നിങ്ങൾ ധൈര്യത്തോടെ അടുത്ത് വരണം. അടുത്തു വരുവാൻ ഇവർക്ക് ആഹ്വാനം കൊടുക്കുമ്പോൾ ഇന്നലെ ഓർപ്പിച്ചല്ലോ, 3 കാരണങ്ങൾ കാണിച്ച ഇവരെ അടുത്തോട്ട് വിളിക്കുന്നത്. 3 കാരണം അടുത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അത് ചിന്തിക്കുന്നതിന് മുന്നേ മറുവശമുണ്ട്. അകന്നു പോകാൻ എന്താ കാരണം? അകന്നു പോകാൻ പ്രധാനമായിട്ട് 2 കാരണം ആ കണ്ണികയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അകന്നു പോകാൻ അല്ല, ഒരു കാലത്ത് അടുത്ത് നിന്നവരല്ലേ? അതല്ലയോ നമ്മള് 10-ാം അധ്യായത്തിന്റെ 32 മുതൽ വായിച്ചപ്പോൾ ഇവര് കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചൊരു കാലം അടുത്ത് നിന്നതാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും അങ്ങനെയൊക്കെ അടുത്ത് നിന്നവരാ. കർത്താവിന്റെ വേലയ്ക്ക് കടുത്തു വെച്ചവരും മനസ്സ് വെച്ചവരും ചുമല കൊടുത്തവരും കരം കൊടുത്തവരും തീഷ്ണതയോടെ ഉണ്മയോടെ ഉശിരോടെ ദൈവത്തെ സേവിച്ച് പ്രിയപ്പെട്ടവരായ എബ്രായ വിശ്വാസികൾ ഈ പള്ളിയും പട്ടക്കാരെയും പ്രൗഢിയും പത്നാസും ആചാരവും അനുഷ്ഠാനവും വിട്ട് യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചവരാ. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അങ്ങനെ പ്രാരംഭകാലയളവിൽ ആരംഭ ദിശകളിൽ തീഷ്ണതയോടെ ഉണ്മയോടെ കർത്താവിനെ സേവിച്ച പ്രിയപ്പെട്ടവർ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 2 കാരണത്താൽ ഇവർ അകന്നു പോയെന്ന ആ 19 മുതലുള്ള തിരുവഴുത്തിൽ പ്രധാനമായിട്ട് പല കാര്യമുണ്ട്. അവിടെ 2 കാര്യം. ഒന്ന്, ദുർമനസാക്ഷി. അകന്നു പോകാനുള്ള കാരണം 1 ദുർമനസാക്ഷി, 2 ശുദ്ധ ഹൃദയമില്ല. ശുദ്ധ ഹൃദയം ഇല്ല. 2 കാരണത്താൽ, ഈ 2 കാരണത്താൽ പലരും അകലും. നമ്മളിൽ ചില ആൾക്കാർക്ക് ഹൃദയമില്ല. അത് അവരുടെ കുഴപ്പമല്ല, അവര് ഹൃദയം കർത്താവിന് കൊടുത്തേച്ചിരിക്കുക. ഹൃദയമില്ല. അതുകൊണ്ടല്ലേ ചെല്ലു പറഞ്ഞു, ഞാൻ 80-ൽ എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തതാ. അതുകൊണ്ട് മറ്റുള്ളവന്റെ കഷ്ടതയോ ബുദ്ധിമുട്ടോ അവന്റെ പ്രാരാബ്ദമോ ബുദ്ധിമുട്ടോ ഒന്നും കേൾക്കാനും താല്പര്യമില്ല. കേട്ടാലോട്ട് വലിയ പിച്ചക്കാരൻ വരുമ്പോഴും പട്ടിയെ തുറന്നു വിടുകയല്ലേ. കാരണം ഹൃദയം കർത്താവിന് കൊടുത്തേച്ച് ഇരിക്കുക. സ്വന്തം സഹോദരനോട് മിണ്ടുന്നില്ല. ഹൃദയമില്ല. ഹൃദയം കർത്താവിന് 82-ലെ കൊടുത്തു. 6-ാമത്തെ ഉണർവിൻ യോഗത്തിന് കൊടുത്തതാ ഹൃദയം കർത്താവിന്. കൊരങ്ങന് വന്നാന്നല്ലേ പറഞ്ഞേ? അയ്യോ, ഞാൻ വെളിയിലോട്ട് പോകുമ്പോ ഹൃദയം അങ്ങനെ കൊണ്ടുപോകുകയല്ല. ഇല്ല, പണ്ട് പഠിച്ചല്ലയോ സ്കൂളില്? പഠിച്ചില്ലേ? മുതലച്ചിക്ക് ദീനം.
ദീനം മാറാനുള്ള മാർഗം കുരങ്ങന്റെ ഹൃദയം. അത്തിമരത്തിൽ ഒരു കുരങ്ങനുണ്ട്, ലോഹ്യമൊക്കെയാ. മുതല വന്ന് പറഞ്ഞു, വീട് വരെ വരണം. സ്കൂളിൽ പണ്ട് പഠിച്ചതല്ലേ അമ്മേ? ഓ, പടം വെച്ചാ പഠിപ്പിച്ച്. ഒരു പുഴ, മുതല ഇങ്ങനെ പോകുന്നു. മുതലയുടെ ആദ്യത്തെ പടം, മുതലയുടെ പുറത്തൊരു കുരങ്ങൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുരങ്ങൻ മരത്തെ കയറി. പഠിച്ചതാ, നിങ്ങളുടെ അത്രയും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ അതിലും കൂടുതൽ പഠിച്ചു. അപ്പൊ കുരങ്ങനെ മുതലയുടെ പുറത്ത് കയറി മുതല വീട്ടിലോട്ട് കൊണ്ടുപോവുക. പുഴയുടെ നടുക്ക് വന്നപ്പോഴാ മുതല പറഞ്ഞത്, കൊണ്ടുപോകുന്നത് പുള്ളിക്കാരിക്ക് നിന്റെ ഹൃദയം കൊടുക്കാൻ. കുരങ്ങൻ ബുദ്ധിയോട് പറഞ്ഞു, അയ്യോ എന്നാ പിന്നെ അത് ഇറങ്ങിയപ്പോൾ പറയണ്ടേ, അതിന് ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ ഹൃദയം കൊണ്ടുപോകാറില്ല, ഹൃദയം അത്തിയുടെ മേളിൽ കെട്ടിവെച്ചിരിക്കുക. ഉടനെ മുതല പറഞ്ഞ്, വെള്ളത്തിൽ കിടക്കുന്ന മുതലയ്ക്ക് ബോധം വല്ലതും ഉണ്ട്. മുതല പറഞ്ഞാൽ നമുക്ക് തിരിച്ച് ചെന്ന് എടുത്തോണ്ട് വരാം. എന്നാൽ പെട്ടെന്ന് തിരിച്ചു വിടാൻ. തിരിച്ച് അത്തിയുടെ കീഴ് വന്നപ്പം കുരങ്ങൻ ചാടി. അല്ല, ഇത് തന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തിലും. പലർക്കും ഹൃദയമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ പേരും സ്ഥാനവും മാനവും വന്ദനവും ഒന്നും കിട്ടിയില്ലെങ്കിൽ നല്ലൊരു ഹൃദയം വേണം. നല്ല ഹൃദയം. കർത്താവ് അതാ പഠിപ്പിച്ച, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തെ കാണുന്നത്. ആസാബ് പാടി നമുക്കറിയാം, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. പൂർണ്ണഹൃദയ സേവ വേണം ദേവജാതന്, പൂർണ്ണഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇതു വേണ്ടതാണോ. ഹാർമോണിയം കൂട്ടിക്കൊടുക്കും. പൂർണ്ണഹൃദയ ദേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. മനസ്സൊട്ടേകിടുന്ന ദേവപൂജയെ, പാതി മനസ്സൊട്ടേകിടുന്ന ദേവപൂജയെ വരൻ സ്വീകരിച്ചിടാൻ ഫലമാശിസായി വരാം, വരൻ സ്വീകരിച്ചിടാൻ ഫലമാശിസായി വരാം. പൂർണ്ണഹൃദയ സേവ വേണം ദേവജാതന്, പൂർണ്ണഹൃദയ സേവ വേണം പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് നല്ലൊരു ഹൃദയം വേണം. നല്ലൊരു ഹൃദയം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളതെന്നാ. അതാരാഞ്ഞറിയുന്നവൻ ദൈവമാണ്. ഇതിനകത്ത് ദുശ്ചിന്തയും പകയും പിണക്കവും ക്രോധവും ജാരശങ്കയും എല്ലാം ഇതിനകത്താ. അതെല്ലാം മാറ്റണം. നമ്മുടെ ഹൃദയം നന്നാകണം. അവിടെ ഭാഗമധികം വിവരിക്കുന്നില്ല. നല്ലൊരു ഹൃദയം. പേരും സ്ഥാനവും മാനവും വന്ദനവും ഒന്നും ലഭിച്ചില്ലെങ്കിലും നല്ലൊരു ഹൃദയം ഉണ്ടായിരിക്കണം. ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവന്. ദൈവത്തിന് മഹത്വം ആട്ടെ. അപ്പൊ അകന്നു പോകാൻ രണ്ട് കാരണമാകും. ഒന്ന്, ഒരു നല്ല ഹൃദയമില്ല. രണ്ട്, ദുർമനസാക്ഷി. നല്ല മനസാക്ഷി ഇല്ല. നമുക്ക് നല്ലൊരു മനസാക്ഷി ഉണ്ടായിരിക്കണം. മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കണം. നമ്മുടെ സംസാരത്തിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിൽ, ഇടപാടുകളിൽ, കൊടുക്കവാങ്ങലിൽ, സഹകരണങ്ങളിൽ, ചെയ്തികളിൽ
പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ അപാകതകൾ, ന്യൂനതകൾ, പോരായ്മകൾ വരുമ്പോൾ മനസാക്ഷി കുറ്റം വിധിക്കണം. ദുർമനസാക്ഷി ഉണ്ടാകരുത്. അവർ രണ്ട് കാരണത്താലായി ഇവർ അകന്നു പോയത്. എല്ലാം വിവരിക്കുന്നില്ല. ഒന്ന്, നല്ലൊരു ശുദ്ധ ഹൃദയമില്ല. രണ്ട്, ദുർമനസാക്ഷി. ഈ രണ്ട് കാരണത്താൽ ഇവർ അകന്നു പോയി. എന്തു ആൾക്കാരിങ്ങനെ ക്രൂരമായിട്ടൊക്കെ ഇടപെടുന്നത്? നല്ല മനസാക്ഷിയില്ല. നമ്മള് ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും എല്ലാം മനുഷ്യന്റെ ആ സ്വഭാവത്തിന്റെ വൈകല്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ കിണറ്റിലിട്ടേച്ച അമ്മ വേറൊരുത്തന്റെ കൂടെ ഓടിപ്പോകുന്നു ഓട്ടോയില്. വായിക്കുന്നതല്ലേ? നല്ല മനസാക്ഷിയല്ല, നല്ല ഹൃദയവുമില്ല. ഒരുത്തി ഭർത്താവിനെ തുണ്ടം തുണ്ടമായിട്ട് വെട്ടുനുറുക്കി പ്ലാസ്റ്റിക് കവറിനകത്താക്കി അത് സൂട്ട് കേസിനകത്ത് വെച്ചോണ്ട് പോയി. അയച്ചതല്ലേ? അടുത്ത കാലത്ത് ഒരു വാർത്ത വന്ന പൂനെയിലെ ഒരുത്തി ഒറ്റയിടിക്ക് ഭർത്താവിനെ കൊന്നു. മൂക്കാമ്പട്ട നോക്കി ഇടിച്ചു. അയച്ചല്ലേ? അവളെ പേർഷ്യയെ കൊണ്ടുപോയില്ലെന്ന്. അവനെ ഇളക്കം കയറിയാൻ പറഞ്ഞാ നിന്നെ ദുബായിക്ക് ഇളക്കം കയറിയൊന്നും പറയരുത്. ചിലക്ക് ഇളക്കം കയറുമ്പോ പറഞ്ഞ ഞാൻ നിന്നെ അയർലൻഡിൽ കൊണ്ടുപോകും, വിമാനത്തെ ഞാൻ നിന്നെ ഇടിക്കുന്നതിന്റെ മൂക്കപ്പെട്ട കള. നീ ഇളക്കം കയറി പറഞ്ഞ. അവൻ ഇളക്കം കയറിയപ്പോൾ എങ്ങാണ്ട് പറഞ്ഞതാ ഞാൻ നിന്നെ ദുബൈക്ക് കൊണ്ടുപോകാം, സമയമായി പോത്തില്ല. ഒറ്റയിടി മൂക്കാമ്പട്ട നോക്കി. അങ്ങനെ പത്രത്തിൽ ഒറ്റയിടിയെ ഇടിച്ചോളൂ. അവൻ അങ്കച്ചാൻ നീ ഒരിടിക്കേ ഉള്ളു. നിന്റെ ഇരിപ്പ് കണ്ട 50 ഇടി ഇടിച്ചാലും ഞാൻ ഏക്കുക. ഒറ്റ ഇടി അവള് നല്ല മർമ്മം നോക്കി തന്നാൽ അതിനേ ഉള്ളു. നീ നല്ല മനസാക്ഷിയില്ലെന്നേ, ദുർമനസാക്ഷി. ഹൃദയം നല്ലതല്ല. ഭാര്യയെ തുണ്ടം തുണ്ടമായിട്ട് നുറുക്കുന്നു. എങ്ങനെ വിശ്വസിച്ച രാപാർക്കും? മനുഷ്യന്റെ ഹൃദയം നല്ലതല്ല, മനസാക്ഷിയും നല്ലതല്ല. എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയത്തില്ല, നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതും അറിയത്തില്ല. പക്ഷെ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അറിയുന്നവനാ ദൈവം. പിന്നെ ചിലരുടെ നോട്ടവും ഇരിപ്പും ഭാവവും സംസാരവും രീതിയും പ്രകൃതിയും ഒക്കെ കാണുമ്പം കുറച്ചൊക്കെ നമുക്ക് പിടികിട്ടും, അത്രേ ഉള്ളൂ. മൊത്തമൊന്നും പിടികിട്ടുകയല്ല. ഉണ്ണായി വാര്യര് പണ്ട് നളചരിതത്തിലെ, ഞാൻ എല്ലാ ഭാഗവും മറന്നു, ഒരു വരിയുണ്ട്. ചിത്തം താനത 15 കൃഷിയാങ്കിരാം ഉദ്യോഗിച്ചു വിദഗ്ധനാം കകവരൻ വൈദർഭ്യോടൂചിനാൻ. പണ്ട് പഠിച്ചതാ. ചിത്തം താനത 15 ചിത്തം മനസ്സ്, ഹൃദയമേ. ചിത്തം താനത 10 10ന്റെ 5 ഏതാ? 10 5 പോയാ 5. അപ്പൊ 5 അറിഞ്ഞെന്ന് എന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ പകുതി അറിഞ്ഞെന്ന്, മൊത്തം അറിയത്തില്ല. അപ്പൊ നമ്മുടെ നോട്ടോ ഇരിപ്പും ഒക്കെ കാണുമ്പം മുഴുവനൊന്നും അറിയത്തില്ലെങ്കിലും ചിലർക്ക്, അതുപോലെ ജ്ഞാനദൃഷ്ടിയുള്ളവർക്ക് ഏറെക്കുറെ കാര്യം പിടികിട്ടും. പക്ഷെ മൊത്തം പിടികിട്ടില്ല. മൊത്തം പിടികിട്ടുന്നവൻ ദൈവമാണ്. എന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നതും നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കുന്നതും അറിയുന്നവൻ സർവജ്ഞനായ ദൈവം. അതുകൊണ്ടൊരു നല്ല ഹൃദയം ഉണ്ടായിരിക്കണം, ശുദ്ധ ഹൃദയം, നിർമ്മല മനസാക്ഷി ഉണ്ടായിരിക്കണം. ഇത് ദുർമനസാക്ഷിയാ. അപ്പോൾ 2 കാരണത്താലായി ഇവർ അകന്നു പോയത്. ഒന്ന്, ശുദ്ധ ഹൃദയമില്ല. 2, ദുർമനസാക്ഷി. ഈ 2 കാരണത്താൽ ഇവരെ അകന്നുപോയി. അങ്ങനെ അകന്നുപോയവർ അതിലേ അങ്ങ് പോട്ടെ. നല്ല ദൈവത്തിന്റെ പദ്ധതി അവർ തിരിച്ചു വരണം. നമ്മെ വിട്ടുപോയവർ, കൂട്ടായ്മ വിട്ടുപോയവർ, ആരാധന വിട്ടുപോയവർ, ഈ കൂടിവരവ് വിട്ടുപോയവർ, നാടൻ ഭാഷ പറഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ പിന്മാറിപ്പോയവർ, അതിലെ പൊക്കോട്ടെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയരുത്. പ്രാർത്ഥിക്കണം, അവര് തിരിച്ചു വരണം.
ഈ ശുശ്രൂഷ അതിനിടയാകണം. ഈ ദേശത്ത് ഒരിക്കൽ യേശുവിനെ അറിഞ്ഞ് ഈ സത്യത്തിന്റെ മാർഗത്തിന് വേണ്ടി നിന്ന് പീഡകളൊക്കെ സഹിച്ച് പലവിധ വിഷയങ്ങളിൽ കൂടി കടന്നുപോയി ചിലപ്പോൾ പിന്മാറിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷ മുഖാന്തരം അവർ ഇന്ന് രാത്രി മടങ്ങി വരണം. അതിനും കൂടെ ഈ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ മടങ്ങി വരണം, അടുത്തു വരണം. അപ്പൊ അടുത്തേക്ക് വരാൻ ആഹ്വാനം മുടക്കുമ്പോൾ 3 കാരണങ്ങൾ കാണിച്ച് അല്ലെങ്കിൽ പറഞ്ഞ അവരെ ഇങ്ങോട്ട് വിളിക്കുന്നത്. 3 കാരണം. അത് ഇന്നലെ ഒരു കാര്യം നമ്മളൊന്ന് സൂചിപ്പിച്ചു. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു പുത്തൻ വഴിയൊരുക്കിയിട്ടുണ്ട്. നീ അകന്നു നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്തു വാ. ഈ വഴി നിനക്ക് വേണ്ടിയുള്ള വഴിയാ, പെന്തിക്കോസുകാർക്ക് വേണ്ടിയുള്ളതല്ല. യാക്കോബ, മാർത്തോമ, റീത്ത്, ഓർത്തഡോക്സ്, കത്തോലിക്കര് അവർക്കുള്ള വഴിയല്ല, ഒരു വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള വഴിയല്ല, സകല മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴിയാണ്. അപ്പോൾ അകന്നു നിൽക്കരുത്, ഇന്ന് രാത്രി നീ അടുത്തു വരണം. അടുത്തേക്ക് വരാനായിട്ട് വഴി തപ്പി ഒന്നും നടക്കണ്ട, ഒരു പുത്തൻ വഴി ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. വഴി എവിടാന്ന് ചോദിച്ച് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും ഒന്നും നടക്കണ്ട. സ്തോത്രം. എങ്ങോട്ടും പോകണ്ട, ആരോടും ചോദിക്കണ്ട. ഞാൻ അങ്ങോട്ട് പോകണ്ട, വഴി എങ്ങനെ, ഏത് വഴിയാ, ഒന്നും ചോദിക്കണ്ട. ആ വഴി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വഴി മറ്റൊരു വഴിയല്ല, രക്ഷയുടെ വഴിയാണ്, നിത്യതയിലേക്കുള്ള വഴിയാ, മോക്ഷം പ്രാപിപ്പാനുള്ള വഴിയാ. ആ വഴി ഏതാന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരുക്കിയ പുത്തൻ വഴി. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഓർപ്പിച്ചല്ലോ, അവിടുത്തെ മുതുക ഉഴവുചാല് പോലെ നീളത്തെ കീറി, മുൾക്കിരീടധാരിയായി, മുഖത്ത് രോമം പിഴുതെടുക്കപ്പെട്ടവനായി, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ടവനായി, ചാട്ടമാറിന്റെ ഘോരമായ പ്രകരമേറ്റ് മാംസം പറഞ്ഞ് ഇറുന്ന് മാറി. ആമേൻ. ആ മുതുക നീളത്തെ കീറി, ഓരോ അടിയടിച്ച് ചാട്ട പറിക്കുമ്പോൾ ആമേൻ ഉഴവുചാല് പോലെ മുതുക കീറുക. അങ്ങനെയായി വഴി നിനക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. 5 പൈസ മുടക്കണ്ട, നേർച്ചയൊന്നും വിടണ്ട, നിരന്തദ്രവ്യം കെട്ടിവെക്കണ്ട, കോഴിയും കൊണ്ട് കൊടുക്കണ്ട, ആടിനെയും പോത്തിനെയും കന്നാലിയും ഒന്നും കൊടുക്കണ്ട, നിന്റെ വസ്തുവും വേണ്ട. സ്തോത്രം. പൈസയൊന്നും വേണ്ട, ഭൗതിക സാധനവും കൊണ്ടുവരണ്ട. സ്തോത്രം. നീ ഇനി നടന്നു വന്നാൽ മതി. സ്തോത്രം. ആരും നിന്നെ തടയത്തില്ല, നിനക്ക് വേണ്ടിയുള്ള വഴിയാ. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്ത് വാ. നമുക്കൊരു പുത്തൻ വഴി ഒരുക്കിയിരിക്കുക. രാടിനെ നേടുവാൻ തേടി നീ വന്നതിനാ കാട്ടൂടെയോ നേടുവാൻ തേടി നീ വന്നതിനാൽ പാപത്തിൽ നിന്നോടി ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണം, തിരുപാദം എന്റെ ശരണം. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം ശരണം, തിരുപാദം എന്റെ
രാത്രി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. ഒന്നും കൂടെ ഓർപ്പിക്കുന്നു, മറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്ന് നിൽക്കരുത്, ഉപേക്ഷയായി വിചാരിച്ച് അകന്ന് ഓടിപ്പോകരുത്. ധൈര്യത്തോടെ ഇന്ന് രാത്രി നീ അടുത്തു വരണം. 2, അടുത്തേക്ക് വരാനും ആഹ്വാനം ചെയ്യുമ്പോൾ രണ്ടാമത് കാണിക്കുന്ന വിഷയം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. ആ രക്തം ഇവിടെ ഉള്ളത് കൊണ്ട് നീ ധൈര്യത്തോടിഞ്ഞു വരണം. എന്താ അതിന്റെ കാരണം? അവിടുത്തെ പരിശുദ്ധ രക്തം നിനക്ക് വേണ്ടി ചിന്തി. ആ രക്തം ഇന്ന് രാത്രിയിലും ഇവിടെ വ്യാപരിക്കുന്നു. എന്തിന്? നിന്റെ സകല പാപങ്ങളും പരിഹരിക്കാൻ. നിന്റെ സകല അക്രമങ്ങളും അനീതികളും പാപങ്ങളും പരിഹരിക്കുന്ന, നിന്നെ ശുദ്ധീകരിക്കുന്ന, നിർമ്മലീകരിക്കുന്ന പരിശുദ്ധ രക്തമാണ് യേശു ക്രിസ്തുവിന്റെ തിരുരക്തം. എന്താ ഈ രക്തത്തിന്റെ വിശേഷത? ഇത് നിർമ്മല രക്തമാണ്, ഇത് പരിശുദ്ധ രക്തമാണ്, ഇത് വിലയേറിയ രക്തമാ, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ, ഇത് പാപം മോചിക്കുന്ന രക്തമാ, ഇത് രോഗം സൗഖ്യമാക്കുന്ന രക്തമാ, ഇത് അവൻ സംസാരിക്കുന്ന രക്തമാ, ഇത് നമുക്ക് അവൻ സ്വന്തം വിടുതല തന്ന രക്തമാ. അവൻ വായിച്ചല്ലോ, ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കിടും രക്തവും മലിനപ്പെട്ടമെ തളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നിന്നെ ആരാധിക്കുവാൻ യോഗ്യരാക്കി തീർക്കുന്ന രക്തം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാ. അവർ കുഞ്ഞാടിന് തങ്ങളുടെ സാക്ഷിവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും അവൻ ജയിച്ചെന്ന ഈ രക്തം ജയം തരുന്ന രക്തമാ. ജീവിതത്തിന്റെ പരാജയത്തിന്റെ അടിത്തട്ടിൽ ഇനി ആത്മഹത്യ മാത്രമാണ് എന്റെ പ്രതീക്ഷ. നല്ല നേടുവിടണം, റെയിൽവേ പാളത്തിൽ തലവെക്കണം, തൂങ്ങിച്ചാകണം, അല്ലെങ്കിൽ വിഷം കടിക്കണം. ഇനി ആത്മഹത്യ മാത്രമായി എന്റെ ജീവിതത്തിൽ തൊട്ടതെല്ലാം പരാജയം, ഇടപെട്ടതെല്ലാം പരാജയം. ഇതുപോലെ തകർച്ചകളും പാളിച്ചകളും പരാജയങ്ങളും അനുഭവിച്ചൊരു മനുഷ്യൻ വേറെ ഇല്ല. ഇനി എന്തിനിങ്ങനെ ജീവിക്കുന്നു? ജീവിതം മുഴുവൻ പരാജയമാണെന്ന് പറഞ്ഞ് പരിതപിച്ച് അവൻ വിലപിച്ച് നിൽക്കുന്ന സ്നേഹിത, സുഹൃത്ത്, ഇന്ന് രാത്രി നിന്റെ പരാജയത്തെ ജയമാക്കി തീർക്കുവാൻ കഴിവുള്ള രക്തമാണ് യേശുവിന്റെ രക്തം. ആ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആ രക്തത്താൽ ഇന്ന് രാത്രി നിനക്ക് ജയമുണ്ട്. അവൻ സകല പാപങ്ങളും പരിഹരിക്കുന്ന രക്തം. നിന്റെ ആടിനെ വേണ്ട, കോഴിയെ വേണ്ട, പൂച്ചയെ വേണ്ട, പട്ടിയെ വേണ്ട, കന്നാലിയെ വേണ്ട, പശുവിനെ വേണ്ട, കിടാവിനെ വേണ്ട, നിന്റെ പണം വേണ്ട, നിന്റെ ഭൗതിക വസ്തുക്കൾ ഒന്നും വേണ്ടെന്ന്. ചേനയും വേണ്ട, ചേമ്പും വേണ്ട, കാച്ചിലും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, വാഴക്കൊലയും ഒന്നും വേണ്ട. നീ ഇഞ്ഞു വന്നോണ്ടാ മതി. യോ, എന്റെ കാശ് വേണ്ടെന്ന്, നീ ഇഞ്ഞു വാ. ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം, അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം. അധികവാസം യുഗത്തിലില്ലേ ഒടുവിലെന്താകും? അധികവാസം യുഗത്തിലില്ലേ ഒടുവിലെന്താകും? ഭൂലോകത്തെ കാളധികം വിലയുള്ള നിന്റെ, ഭൂലോകത്തെ കാളധികം ആത്മാവിനെ കരുതിടാഞ്ഞാൽ അന്തമെന്താകും? ആത്മാവിനെ കരുതിടാഞ്ഞാൽ അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം.
വന്നാൽ അന്തമെന്താകും? ഇന്നു നിന്റെ നാഥൻ വന്നാൽ അന്തമെന്താകും? അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം. അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം. അധികവാസം യുഗത്തിലില്ലേ ഒടുവിലെന്താകും? അധികവാസം യുഗത്തിലില്ലേ ഒടുവിലെന്താകും? ഇന്ന് രാത്രി നീ ധൈര്യത്തോടെ അടുത്തു വാ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. അകൃത്യങ്ങളുടെ രക്താംബരം പോലെ ഇരുന്നാല് ഹിമം പോലെ വെളുപ്പിക്കും. എത്ര കടും ചുമപ്പായിരുന്നാല് പഞ്ഞു പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. ആ രക്തത്താൽ ഇന്ന് രാത്രി ശുദ്ധീകരണവും പാപമോചനവും വീണ്ടെടുപ്പും വിടുതലുമുണ്ട്. അതുകൊണ്ട് അകന്നു നിൽക്കരുത്, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തുവാ. സ്തോത്രം. ഓർപ്പിച്ചല്ല, രണ്ട് കാരണങ്ങൾ കൊണ്ടാകുന്നു. ഒന്ന് ദുർമനസാക്ഷി, രണ്ട് ശുദ്ധ നല്ല ഹൃദയമില്ല. അകന്നു പോയവർ അങ്ങനെ അങ്ങ് പോട്ടെന്നല്ല, അവരെ വിളിക്കുക, ഇങ്ങോട്ട് അടുത്തു വാ. മൂന്ന് കാരണങ്ങൾ കാണിച്ചാ വിളിക്കുന്നത്. ഒന്ന്, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിരിക്കുക, അറച്ചു നിൽക്കാതെ വാ. രണ്ട്, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്, സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കും. ധൈര്യത്തോടെ അടുത്തു വാ. സ്തോത്രം. മൂന്ന്, അടുത്തോട്ട് വിളിക്കുമ്പോൾ അടുത്ത് വരുന്നവരോട് പറയാ, പിന്നെ നിരാശപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്, പിതാവിന്റെ സന്നിധിയിൽ. എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. പക്ഷപാതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പക്ഷം പിടിച്ച് വാദിക്കുക. അതാ പക്ഷപാതം. മറ്റേ വാദത്തിന്റെ അസുഖമല്ല. ഇവിടെ യേശുവിനും പക്ഷപാതമായോ? ആ വാദമല്ല. പക്ഷപാതം എന്റെയും നിങ്ങളുടെയും പക്ഷം പിടിച്ച് അവിടുന്ന് വാദിക്കുന്നു. ആര് വാദിക്കുന്നു? യേശുക്രിസ്തു വാദിക്കുന്നു. എന്തോ വാദിക്കുന്നു? പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? എന്റെയും നിങ്ങളുടെയും പക്ഷം. ആര് വാദിക്കുന്നു? യേശുക്രിസ്തു വാദിക്കുന്നു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ വാദിക്കുന്നു. അതെന്തിനാ സ്വർഗത്തിൽ എൻ്റെ നിന്റെയും പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നേ? വിളിക്കുമ്പം വേറെ ജോലിയൊന്നുമില്ലല്ലോ. ബ്ലസ്സിയേ, നമ്മുടെ പക്ഷം പിടിച്ച് യേശു സ്വർഗത്തിൽ വാദിക്കുന്നത് എന്തിനാ? ബ്ലസ്സി ഇപ്പൊ ചിന്തിക്കുക, എന്നെ വായിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആവശ്യമില്ലാത്ത ചോദ്യമൊന്നും എന്നോട് ആണ് എന്നാ ചോദിക്കുന്നത്. വീഡിയോ പിടിക്കുന്ന 3 പേരോട് മരിക്കോ? യേശു പക്ഷപാതം ചെയ്യുന്ന എന്തിനങ്ങനെ വാദിക്കുന്നേ? പറഞ്ഞിരിക്കുക അല്ലയോ? അപ്പോൾ ക്രിസ്തുവേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, എന്റെയും നിങ്ങളുടെയും പക്ഷം പിടിച്ച് വാദിക്കുന്നെന്ന്. അതെന്തിനാ? എനിക്കും നിങ്ങൾക്കും എതിരായിട്ട് വാദിക്കുന്ന ഒരുവനുണ്ട്. അത് അയലത്തുകാരനല്ല, സഹോദരങ്ങളല്ല, ചാർച്ചക്കാരല്ല, സഭാവിശ്വാസികളല്ല, കർത്തൃദാസന്മാരല്ല, കൂട്ടുവിശ്വാസികളല്ല, മറ്റാരുമല്ല, അപവാദിയാകുന്ന പിശാച്. എനിക്ക് നിങ്ങൾക്ക് വിരോധമായിട്ട് അപവാദം പറയുമ്പോൾ യേശുക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുക. എവിടാ ഈ സംഭവം? സ്വർഗത്തിൽ. സ്വർഗത്തിലായി വാദമെല്ലാം നടക്കുന്നേ. അപ്പൊ പിശാച് എവിടെ ചെന്ന അപവാദം പറയുന്നേ? സ്വർഗത്തിൽ ചെന്ന് പറയുന്ന അപവാദം നിങ്ങൾക്കെതിരെ, എനിക്കെതിരെ, നമുക്കെതിരെ. അവൻ അപവാദിയല്ലേ? അവന്റെ തൊഴില് അതാ. അവന്റെ ഏജന്റുമാര് നമ്മുടെ ഇടയിൽ. പിന്നെ കൺവെൻഷൻ വന്നാലും ഉണ്ട്. അടുത്തിരുന്ന് ഒപ്പിച്ചേച്ചേ. ഇപ്പൊ പിന്നെ പറയണ്ടല്ലേ, ഇതിനകത്തോടെ ചെയ്തു വിട്ടാൽ മതി.
കിടിഞ്ഞു കിടിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഒരേ ശബ്ദം കേൾക്കുന്ന കണ്ടില്ലേ? നമ്മൾ ഓർക്ക് വരുന്നതാ. ധാരാളം ഏജന്റുമാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഇവന്റെ തൊഴില് അപമാനം പറയുക. അത് വല്ലപ്പോഴുമല്ല, രാപകല് ഉറക്കമൊന്നുമില്ലെന്നുള്ളതാണ്. നമ്മുടെ ഇടയിലും ആൾക്കാരുണ്ട്, 2:30 ആയാലും ഉറങ്ങുന്നില്ല, ഇങ്ങനെ അവന്റെ ആത്മാവാ. പ്രഭാത പ്രാർത്ഥന ഇല്ലല്ലോ മിക്ക വീട്ടിലും. അതിനാ ഇതെല്ലാം ഇണക്കിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ 2:45 കഴിഞ്ഞു. പ്രഭാത പ്രാർത്ഥനയൊന്നും ഇല്ല. രാപകൽ വായിച്ചേ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7 മുതലൊന്ന് വായിച്ചു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7 മുതലൊന്ന് വായിച്ചു. സ്വർഗത്തിൽ യുദ്ധമൊക്കെ ഉണ്ടെന്നാ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. പിന്നെ സഭയിലെ കാര്യം പറയേണ്ടത് സ്വർഗത്തിൽ വരെ യുദ്ധമാ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സഭയിൽ ഒരു കുഴപ്പവും യുദ്ധമൊന്നുമില്ലല്ലോ. ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ അത്രേ ഉള്ളു. ഇത് അവിടെ സ്വർഗത്ത് യുദ്ധം നടക്കുന്നെന്ന്. അയ്യോ. പിന്നെ മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവിടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. പിന്നെ കണ്ടില്ല, അതുവരെ ഉണ്ട്. പിന്നെ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും. ഇവന്റെ തൊഴിൽ അപമാനം പറയുന്നതാ. അത് വല്ലപ്പോഴും അല്ല, രാപകൽ അപമാനം പറയും. അങ്ങനെയുള്ള അപവാദി അവനെ കൊടുത്തിരിക്കുന്ന പഴയ പാമ്പെന്ന. പഴയ പാമ്പിൻ തല തകർക്കാൻ പൂവിൽ വന്നോനെ, പഴയ പാമ്പിൻ തല തകർക്കാൻ പഴയ പാമ്പിൻ തല തകർക്കാൻ പൂവിൽ വന്നോനെ, പണിഞ്ഞ രാജാവേ യൂദാരാജൻ ഭയന്നിളകിടുമ, ഉദിച്ച രാജാവേ യൂദാരാജൻ ഭയന്നിളകിടുമ. അപ്പൊ ശ്രദ്ധിക്കുക, എനിക്ക് നിങ്ങൾക്ക് വിരോധമായി അവൻ അപമാനം പറയുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇവിടെ നിന്റെ പക്ഷം പിടിക്കാൻ ഒരു പക്ഷെ ആരും കണ്ടെന്ന് വരികയില്ല. ഇവിടെ കാശ് കൊടുത്താൽ മിക്കവരും മറിയും കാശ് കൊടുത്താൽ മറിയും, അന്നേരം മറിയും. ദൈവത്തിന്റെ മകത്വം. അപ്പനെ കുത്തിക്കൊന്നേച്ച് കണ്ട ആളുണ്ട്, അവന് കാശ് കൊടുത്താൽ പറ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. കാശ് കൊടുക്കാനും പറയും, ഞാൻ കണ്ടതാണെന്നും പറയും. ഇല്ലാത്ത കാര്യം. എല്ലാവരും മറിയും. നിന്റെ പക്ഷം പിടിക്കാൻ ആരും കാണുകയല്ല. നീതിക്ക് ന്യായത്തിനും വേണ്ടി നിൽക്കാനും പലരും കാണുകയില്ല. ചില സന്ദർഭത്തിൽ ഭാര്യ പോലും പക്ഷം പിടിച്ച് നിൽക്കുകയല്ല. ചില സന്ദർഭത്തിൽ ഭർത്താവ് നിന്റെ പക്ഷം കാണുകയില്ല, മക്കളും കാണുകയില്ല. നീ നീതിക്ക് ന്യായത്തിനും നേരിനും ഒക്കെ നിൽക്കുമ്പോൾ നിന്റെ പക്ഷം പിടിക്കാൻ ആരും കാണുകയില്ല. നിന്നെ ഒറ്റപ്പെടുത്തും, വേദനിപ്പിക്കും, നിനക്കെതിരെ ആമന് ഒത്തിരി തന്ത്രങ്ങൾ മെനയ്ക്കും. പക്ഷെ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. നിന്റെ പക്ഷം പിടിച്ചു വാദിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. സ്തോത്രം. അറിയാൻ മേലാത്ത പാട്ടാണ് ഞാൻ പാടുന്നത്. അതുകൊണ്ട് നിങ്ങൾ പാടാതിരിക്കുക. നിങ്ങളെയും കൂടെ ഒന്ന് പാടിപ്പിക്കണമല്ലോ. പിന്നെ അപ്പം അറിയാവുന്നൊരു പാട്ട്, താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന താതൻ സന്നിധിയിൽ
വാ തുറന്ന് പാട്. ആ കുറ്റം കൂടാതെ എന്നെ കുറ്റം കൂടാതെ എന്നെ മതി. അല്ല, നാം ഒന്നിച്ചല്ലേ ദൈവത്തെ മഹത്വപ്പെടുത്തണ്ടേ? ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് താതൻ സന്നിധിയിലൻപേ കൂസദാ പക്ഷപാതം ചെയ്യുന്ന മാമ ജീവനാദാ പക്ഷപാതം ചെയ്യുന്ന ചേർന്ന് പാട്. ജീവനാദാ താതൻ സന്നിധിയിലൻപേ കൂസദാ പക്ഷപാതം ചെയ്യുന്ന ജീവനാദാ പക്ഷപാതം ചെയ്യുന്ന ജീവനാദാ എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നി ഏയനന്തം വന്ദനമേ എന്റെ പൊന്നി ഒരു ആനന്ദം വന്ദനമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളെല്ലാവരും സഹകരിക്കുന്നതിൽ നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, 3 കാരണങ്ങൾ കാണിച്ചാണ് ഇവരെ അടുത്തോട്ട് വിളിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴിയൊരുക്കി അകന്നു നിൽക്കാതെ അടുത്തു വാ. 2, സകല പാപങ്ങളും സകല അക്രമങ്ങളും അനീതികളും പരിഹരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അകന്നു നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വാ. 3, ഇവിടെ ആരും നിന്റെ പക്ഷം പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കാനില്ലെങ്കിലും സ്വർഗത്തിൽ ഒരുവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അകന്നു നിൽക്കരുത്, ധൈര്യത്തോടെ അടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. അടുത്തു വാ. ഇനി അടുത്തു വാണെന്ന് വരാൻ ഇവരെ ക്ഷണിക്കുമ്പോൾ, വിളിക്കുമ്പോൾ, ആ ഭാഗം പഠിക്കുമ്പോൾ ശുദ്ധീകരണത്തോടെ വേണം അടുത്തോട്ട് വരാൻ. ആ നിന്ന നിപ്പിൽ, എന്റെ ഭാഷ കിടന്ന കിടപ്പിൽ നിന്ന നിപ്പിൽ ഓടി വരരുത്. അന്ന് ഏതായാലും വിളിച്ച വാടി തങ്കമ്മ നമുക്ക് ഓടിച്ചെല്ലാം നല്ലതാ. പക്ഷേ ശുദ്ധീകരണം. പണ്ടൊരമ്മ യോഗത്തിന് സ്പീഡിൽ അങ്ങോട്ട് പോവുക. എവിടെ പോകുന്ന അമ്മ? യോഗത്തിന് പോവാന്ന് പറഞ്ഞു. കൺവെൻഷന് ഓടിപ്പോവുക സ്പീഡിൽ. യോഗം അവിടെ തുടങ്ങി. അമ്മ തീഷ്ണതയുള്ള അമ്മയാ. ഓടി അങ്ങോട്ട് പോയി. ചോദിച്ച ആളവിടെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അതിൽ സ്പീഡിൽ ഇങ്ങോട്ട് ഓടി വരുന്നു. എന്തോ പറ്റിയെന്ന് ചോദിച്ചു. പാപം തള്ളിക്കൊണ്ട് വരുന്നു. അപ്പൊ കേട്ട പാട്ടിതാ, തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. അപ്പൊ അമ്മ പറയാ, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അവര് പാപം തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. അതുകൊണ്ട് തിരിച്ചു ഓടിയെന്ന്. അപ്പൊ അടുത്തോട്ട് ഓടി വരുമ്പോൾ ആ നിന്ന നിപ്പിൽ കിടന്ന കിടപ്പിൽ ഒന്നും വരരുത്. ശുദ്ധീകരണത്തോടെ വേണം അടുത്തോട്ട് വരാൻ. അതിനൊരു ചെറിയ നേടലേ. രാജാവ് കണ്ട സ്വപ്നം യോസഫ് വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് പാനപാത്രവാഹക പ്രമാണി പറഞ്ഞു, തിരുമേനി, പണ്ട് ഞാൻ ജയിലിൽ കിടന്നപ്പം അവിടെ ഒരു കൊച്ചുപദേശിയുണ്ട്. കുഴപ്പമില്ല, ഞാനൊരു സ്വപ്നം കണ്ട് പുള്ളി അത് വ്യാഖ്യാനിച്ച് കീറുകൃത്തി ഓർത്തു. എന്നാ നമുക്ക് പുള്ളിയെ ഇങ്ങ് കൊണ്ടുവരാം. അങ്ങനെ യോസേപ്പിനെ
കുണ്ടറയിൽ നിന്ന്, കൊല്ലത്തിനെ പറയല്ല, കുണ്ടറ നിഞ്ഞ് കയറ്റി ആ കിടന്ന കിടപ്പിൽ നിന്ന പരുവത്തിൽ കൊണ്ട് വ്യാഖ്യാനം നടത്തുകയല്ല. അതാ വായിച്ചേ. ബ്ലസി, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 14 വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 41:14 13 മുതൽ വായിച്ചു. അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അടുത്തത്, എന്നെ വീണ്ടും സ്ഥാനത്ത് ആക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ. അപ്പക്കാരനെ തട്ടി പാനപാത്രവാഹൻ എന്നെ പഴയ സ്ഥാനത്ത് ആക്കി എന്ന് ഇവൻ പറയാ. അടുത്തത്, ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ ഇനി വിളിപ്പിച്ചു. അവർ അവനെ ഇങ്ങോട്ട് വരാൻ, അടുത്തോട്ട് വരാൻ പറഞ്ഞ കുണ്ടറ കിടക്കുകയല്ലേ, ഇനി വേഗത്തിൽ അവനെ വിളിപ്പിച്ചു. പിന്നെ അവൻ ഒന്നുകൂടെ വായിച്ചേ ബ്ലസി 14 വാക്യം. ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി ആ ഇറക്കിയ പരുവത്തിന് കൊണ്ടുവരിക അല്ല, പിന്നെയോ അവൻ ക്ഷൗരം ചെയ്തു. ഇങ്ങോട്ട് നോക്കിയാ ക്ഷൗരം ചെയ്യും. വസ്ത്രം മാറി. എനിക്ക് വിടവ് താ ബ്ലസി. നന്നായിട്ട് വായിക്കുന്നുണ്ട്. നമ്മുടെ സഭയിലാണോ? ഇന്നലെ എന്നെ പിന്നെ വിളിക്കാൻ കുഴപ്പമില്ല, ഇന്ന് വന്നല്ലോ. ഇന്നലെ എവിടെ പോയി? അപ്പോൾ അവർ അവരെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്തു. അത് അത്യാവശ്യമാണ് കേട്ടോ. മീശ വെക്കുകയോ വെക്കാതിരിക്കോ, ദീശ വെക്കുകയോ വെക്കാതിരിക്കോ, കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയെങ്കിലും നീ വൃത്തിയാക്കണം. അത് അങ്ങനെ തന്നെ. പിന്നെ കളവാന്നോ വേണ്ടേ? പിന്നെ കർത്തൃമേശ തരുമ്പോ നിന്റെ മീശ കർത്തൃമേശക്കകത്ത് ഇറങ്ങാൻ ഇപ്പൊ പിന്നെ എല്ലാവർക്കും പിന്നെ എന്തുവാ കഷായം കൊടുക്കുന്നത് പോലെ കുറഞ്ഞ മീശ അത് പിന്നത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയെങ്കിലും അത് വൃത്തിയാക്കണം. താടിയുള്ളവര് അതൊക്കെ നല്ല വൃത്തിയാക്കണം. വലിയ കുഴപ്പമില്ല, അങ്ങനെ വേണം. നീ ആത്മീയനാന്ന് പറഞ്ഞേച്ച് മുടിയൊക്കെ യോഗ്യമായിട്ട് വെട്ടണം. ചില പാട്ടുകാർ, എല്ലാവരുടെയും കാര്യമല്ല, യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ച് യോഗ്യമായിട്ട് മുടി വെട്ടി യോഗ്യമായിട്ട് പാട്ട് പാടുന്നവരുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചുമ്മാ കൂറ കുത്തി കാള കളിക്കുന്ന കുറെ എണ്ണം അതാ ഇവിടെ ഇരിക്കേണ്ടത്, അവിടെ അല്ലായിരുന്നു ഇരിക്കേണ്ടത്. സ്തോത്രം. യോഗ്യമായിരിക്കണം. പെൺകുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കണം. മുടിയൊക്കെ കെട്ടിവെക്കണം. പുസ്തകത്തിൽ വാക്യമുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. മുടിയെല്ലാം ഇങ്ങനെ അഴിച്ചിട്ട് നീ ഇങ്ങനെ വടയക്ഷി നടക്കും പോലെ സിസ്റ്റർ ഏതാ? സംഗീത ശുശ്രൂഷ. മുടി അഴിച്ചിടുന്നത് എന്തിനാണ്? സംഖ്യാപുസ്തകത്തിൽ വാക്യമുണ്ട്. പ്രായമുള്ള ദൈവദാസന്മാർക്ക് അറിയാം എന്തിനാന്ന്, ഇല്ലേ? അഴിച്ചിടുന്നതേ വീട്ടിൽ പോയിരുന്നു വായിക്കും. എന്നെ പറഞ്ഞു ഇങ്ങനെ ഇടുന്ന എന്തുവാന്നോ ഇങ്ങനെ എന്നതാ അറിയില്ല. യോഗ്യമായിരിക്കണം. നടത്തിപ്പുകാർ പറഞ്ഞു കൊടുക്കണം. ഇപ്പം രാജപാസ് ചിന്തിക്കാതെ ഇയാൾ മെനക്കോടെ ഒപ്പിക്കുക, ഈ ഗ്രൗണ്ടിൽ കടന്ന് ഇതെല്ലാം പറയേണ്ട കാര്യം അല്ല, ഇതുകൂടെ അങ്ങ് അറിയട്ടെ. നമ്മളിതെല്ലാം പറയുന്ന ആൾക്കാരെ വന്നറിയണ്ടേ? അല്ലെ നാട്ടുകാർക്കോ ഇതിനകത്ത് ചുമ്മാ എല്ലാം ബഹളം ഉണ്ടാക്കി വെച്ചില്ല അലപ്പാ എല്ലാം കിടന്ന് അങ്ങനെ പറയണ്ട. അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. യോഗ്യമായിരിക്കണം. യോഗ്യമായ വസ്ത്രം ധരിക്കണം.
ഇതുപോലൊന്നും നടക്കാൻ ഞാൻ നിർബന്ധിക്കുകയല്ല. യോഗ്യമായിരിക്കണം. ഇറുകി പറ്റിയ വസ്ത്രം, ഇക്കിളിപ്പെടുന്ന വസ്ത്രം, മറ്റുള്ളവരെ ത്രസിപ്പിക്കുന്ന, ഉന്മാദിക്കുന്ന, ഉന്മാദം ഉണ്ടാക്കുന്ന വസ്ത്രം ഒന്നും ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക് പാടില്ല. ഒരുത്തർക്കും പാടില്ലാത്തതാ നല്ലത്. സ്തോത്രം. ഇത് ശുശ്രൂഷകനേതാ, ഉപദേശിയാതാ, പാട്ടുകാരനേതാ, പ്രാർത്ഥിക്കുന്നവൻ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഏകപട എമ്പട ത്രിപട ചമ്പട. സ്തോത്രം. ഇപ്പൊ ഞാൻ അത്രോ പറഞ്ഞ് ഞാനങ്ങ് അടങ്ങുക. യോസേഫിനെ കുണ്ടറയിൽ നിന്നിറക്കി. ഒന്ന് അവനെ ശൗര്യം ചെയ്യിച്ചു. പിന്നെ വസ്ത്രം മാറി. വസ്ത്രമൊക്കെ മാറണം. പിന്നെ ശുശ്രൂഷയ്ക്ക് പോവല്ലേ? ഇത് കാട്ടാക്കുസ്തിക്കാരൻ നിൽക്കും പോലെ യോഗം ലീഡിങ്ങനെ. ഇന്ന് രാത്രി പിന്നെ ഗുണ്ടയാണോ, മുച്ചീട്ട് കളിക്കാരനാണോ, ഉപദേശിയാണോ, മൂപ്പനാണോ, ആര് കണ്ട്? മനസ്സിലാകുന്നില്ല. മനസ്സിലായിക്കോളും. പിന്നെ നല്ല കാര്യം ആര് ചെയ്താലും അതാ. നിങ്ങളെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയും. ഇഷ്ടമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കതൊന്നും വിഷയമല്ല. ഇനിയിപ്പോൾ ഞാൻ എന്നെ നോക്കാൻ ഇടമ്പല ഒന്നും എനിക്ക് നോട്ടമില്ല. മുസ്ലിം പള്ളിയിലെ ശുശ്രൂഷ ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നവരെ, അല്ലെങ്കിൽ എനിക്കതിൻ്റെ പദങ്ങളൊന്നും അറിയത്തില്ല, അവിടെ ഉസ്താദോ തെറ്റരുത്, ആയിക്കോട്ടെ, അവരെ കണ്ടാൽ അറിയാം. ഇല്ലേ? കണ്ടാൽ അറിയാം. ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന തന്ത്രിമാരെ, പോറ്റിമാരെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ശാന്തിമാരെ കണ്ടാൽ അറിയാം. ഇല്ലേ? അറിയാം. ഒരു സിഖുകാരൻ ഏത് രാജ്യത്ത് ചെന്നാലും അവനെ കണ്ടാൽ അറിയാം. വിമാനത്തെ കയറിയാലും അറിയാം അവൻ ജബീന്ദർ സിംഗ് ആണ്. ലണ്ടനിൽ ചെന്നാലും അറിയാം, അമേരിക്ക ചെന്നാലും അറിയാം. ഇല്ലേ? ഒരു മുസ്ലിം വനിതയെ ഏത് രാജ്യത്ത് ചെന്നാലും അറിയാം. ഇല്ലേ? ഞാൻ ചിലപ്പോഴൊക്കെ വിമാനത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. മുസ്ലിം സഹോദരിമാര് വിമാനത്തിലുണ്ടല്ലേ, അവരെ അറിയാം, കണ്ടാൽ അറിയാം. അമേരിക്ക ചെന്നാലും അറിയാം, കാനഡ ചെന്നാലും അറിയാം, അവരെ കണ്ടാൽ അറിയാം. അറിയാൻ പാടില്ലാത്തത് നമ്മുടെ കുറെ എണ്ണത്തിനെയാണ്. അല്ല, ഞാൻ തമാശ, പരമാർത്ഥമായ കാര്യമാണ് നീ പറയുന്നത്. ഇതൊക്കെ അകത്ത് ഹൃദയത്തിൽ വേദനയുള്ളത് കൊണ്ടായി പറയുന്നത്. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നീ ഒരു ദൈവ പൈതല. നിന്റെ വാക്കിലും നടപ്പിലും പോക്കിലും പ്രകൃതിയിലും ഇടപാടിലും എല്ലാം ദൈവ പൈതലായി നന്നായിട്ട് ശോഭിച്ചു നിന്നോണം. സ്തോത്രം, സ്തോത്രം. കിടന്ന കിടപ്പിലല്ല യോസേഫിനെ കൊണ്ടുവന്നത്, ക്ഷൗരം ചെയ്യിപ്പിച്ച് വസ്ത്രമെല്ലാം മാറി. പിന്നെ ഫറവോന്റെ അടുക്കൽ ചെന്നു. അങ്ങനെ ചെന്ന ശുശ്രൂഷ ചെയ്യാൻ ചെല്ലുക. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് നിൽക്കുക. ചില വിവാഹ ശുശ്രൂഷയ്ക്കും ശവസംസ്കാര ശുശ്രൂഷയ്ക്കും ചിലർ നിൽക്കുന്ന കണ്ട നമ്മളോർക്ക് ഇതാരാ? പാഷ്. അതോ അതും പാഷ്. ഇതാണ്, ഇത് വേറെ പാഷ്. എല്ലാം പാഷ്. ഇച്ചിരൂടെ പറയട്ടെ. ആ ഭാഗം അങ്ങ് വിടുകയാ. അപ്പോൾ അടുത്ത് വരുമ്പോൾ 3 കാരണം കാണിച്ചായി ഇവരെ വിളിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴിയൊരുക്കിയിരിക്കുന്നു. അകന്നു നിൽക്കരുത്, ധൈര്യത്തോടെ അടുത്തു വാ. 2, യേശുവിന്റെ പരിശുദ്ധ രക്തം ഇവിടെ വ്യാപരിക്കുന്നു, നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തം, അടുത്തു വാ. 3, നമുക്ക് വേണ്ടി പച്ചഭാരം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്, നീ അടുത്തു വാ. അടുത്തു വരുമ്പോൾ ശുദ്ധീകരണത്തോടെ അടുത്ത് വരണം. ആ കിടന്ന കിടപ്പിൽ, നിന്ന നിപ്പിൽ, ആ ഇരുന്ന ഇരിപ്പിലല്ല, 2 വിധത്തിലെ ശുദ്ധീകരണം.
അല്ല കണ്ണികേക്കകത്തുണ്ട്. ഒന്ന് ബാഹ്യ ശുദ്ധീകരണം, രണ്ട് ആന്തരിക ശുദ്ധീകരണം. ഈ രണ്ട് ശുദ്ധീകരണവും ദൈവത്തിന് ഇഷ്ടമാണ്. ഒന്ന് ബാഹ്യ ശുദ്ധീകരണം, രണ്ട് ആന്തരിക ശുദ്ധീകരണം. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ആന്തരിക ശുദ്ധീകരണത്തിന്റെ വാക്യമാണ്. അവിടെ ഒരു ഫലമുണ്ട്, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ. അങ്ങനല്ലേ വിളസി അവിടെ എഴുതിയേക്കുന്നത്? നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടു. ഹൃദയങ്ങളിൽ തളിക്കപ്പെടുക, അത് ആന്തരിക ശുദ്ധീകരണം. ഹൃദയമകത്താണല്ലോ. ആ ഹൃദയങ്ങളിൽ തളിക്കണം. എന്തോ തളിക്കണം? യേശുവിന്റെ പരിശുദ്ധ രക്തം. ഇതിനകത്ത് ദുശ്ചിന്തയും പകയും പിണക്കവും ക്രോധോ ജാരജങ്കയും ദുർഭാഷണമൊക്കെ അകത്തിരിക്കുക. അത് മുഴുവൻ കളയണം. കളയുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഏൽപ്പിച്ചു കൊടുക്കണം, കർത്താവേ, എന്റെ ഹൃദയത്തിനകത്തുള്ള മലിനതകൾ, ആവശ്യമില്ലാത്ത ചിന്ത, വിചാരം, ഇച്ഛ, രാഗം, മോഹം, ആവേശം, അഭിനിവേശം, തൃഷ്ണ, ഇതെല്ലാം കളഞ്ഞ് അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എന്റെ ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കണം. Praise the Lord. Praise the Lord. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, ഉള്ളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണ ശ്രേയം ഈ നിമിഷം തൻ കൃപാദങ്ങൾ വച്ചോ ശുദ്ധി ആയോ നീ ഉള്ളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോലെ കളങ്കം പോലെ ആദ്യം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കർത്തന്മാരിൽ നിന്നാണ്ടി ശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണുമോ, സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോലെ കളങ്കമോന്നി ആകി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ രക്തം, ആ രക്തത്താൽ ആന്തരിക ശുദ്ധീകരണം, അതാ ഹൃദയങ്ങളിൽ തളിക്കപ്പെടുക. യേശുവിന്റെ പരിശുദ്ധ രക്തം. ഇതിനകത്താ മുഴുവൻ കേസ് വിരിക്കുന്നത്. അത് മുഴുവൻ അകത്ത് നിന്ന് കളഞ്ഞ് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ തളിക്കപ്പെടണം. അത് ആന്തരിക ശുദ്ധീകരണം. അപ്പൊ ആന്തരിക ശുദ്ധീകരണത്തോടെ വേണം അടുത്തോട്ട് വരാൻ. പകയും വെച്ച് വരരുതെന്ന്, ദുശ്ചിന്ത വെച്ച് വരരുത്, ക്രോധവും കോപവും ഒന്നും വെച്ചോണ്ട് വരരുതെന്ന്, എല്ലാം കളഞ്ഞ് മാറ്റി പരിശുദ്ധ രക്തത്താൽ ഹൃദയങ്ങളിൽ തളിച്ച് ശുദ്ധീകരണത്തോട് ഇങ്ങോട്ട് വരണം. കാശുമൊന്നുമില്ല, പരിശുദ്ധ രക്തം കൊണ്ടാണ് നിന്നെ ശുദ്ധീകരിക്കുന്നത്, അല്ലാതെ ഭൗതിക വസ്തുക്കൾ കൊണ്ടല്ല. സ്തോത്രം. അപ്പൊ അത് ആന്തരിക ശുദ്ധീകരണം. രണ്ട്, ബാഹ്യ ശുദ്ധീകരണം.
ആ ഭാഗ്യ ശുദ്ധീകരണത്തിന്റെ വാക്യം അവിടെ ഒരു പദമുണ്ട് ബ്ലസി. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. പാസ്റ്ററുടെ മോളോ വല്ലതും ആണോ? അല്ല, നമ്മുടെ സഭയിലെയാ. കൃത്യത്തിനാ വായിച്ചു തരുന്നത്. പാസ്റ്റർമാർ പോലും വായിച്ച ഓ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം കൃപയാ, എനിക്ക് വലിയ സഹായമാണ്. അപ്പൊ ശരി, ശ്രദ്ധിക്കുക. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവർ, യേശുവിന്റെ രക്തത്താൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട, അത് ആന്തരിക ശുദ്ധീകരണം. രണ്ട് ഭാഗ്യ ശുദ്ധീകരണം. ഭാഗ്യ ശുദ്ധീകരണമാ പറഞ്ഞിരിക്കുന്നത് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ട എന്ന് പറഞ്ഞാൽ മിനറൽ വാട്ടർ ഉപയോഗിച്ച് കുളിക്കണമെന്നല്ല. ഇപ്പൊ അങ്ങനത്തെ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, എന്തുവാ കുപ്പിക്കകത്തേ, അതിന് പേരുമൊക്കെ ഉണ്ട്, എന്തുവാന്നോ എനിക്കറിയാൻ മേല. അല്ല, മിനറൽ വാട്ടർ തന്നെ കുളിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു, പത്രത്തിലൊക്കെ വായിച്ചതാ. മിനറൽ വാട്ടറിൽ മാത്രമേ ദൈവത്തിന് മഹത്വം. അപ്പോൾ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച വെള്ളം കൊണ്ട് അടിച്ചു നനച്ച് കുളിക്കണമെന്നല്ല. അവിടെ ശുദ്ധവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വചനം. വചനം. നമ്മളെല്ലാം ഒരു പാട്ട് പാടും, ആ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് അറിയാം വചനമാണ്. ആ പാട്ടിന്റെ വരി ഇങ്ങനെ: പോഷിപ്പിക്ക പത്യവചനമാം ക്ഷീരത്താൽ എന്നെ പോഷിപ്പിക്ക പത്യവചനമാം നിർമ്മല തോയം നിത്യം കൂടിപ്പിച്ച് നിർമ്മല തോയം നിത്യം കൂടിപ്പിച്ച്. അപ്പൊ ശ്രദ്ധിക്കുക, നിർമ്മല തോയം. സ്കൂളിൽ പഠിച്ചതല്ലയോ വെള്ളത്തിന്റെ പര്യായം, വെള്ളത്തിന്റെ പര്യായം തോയം. സലിലം, തോയം, ജലം. മതി. അപ്പം തോയം വെള്ളം, നിർമ്മല തോയം, അതാ വാക്യം, ശുദ്ധവെള്ളം. നിക്കോദോമസിനോട് പറഞ്ഞല്ലോ, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറഞ്ഞാൽ വചനമാകുന്ന വെള്ളം, ആ വെള്ളത്താൽ വീണ്ടും ജനനം. ദൈവവചനത്താൽ വീണ്ടും കെടുന്ന ബീജം കൊണ്ടല്ല, കെടാത്ത ബീജം, അത് ദൈവവചനം. അപ്പൊ നിർമ്മല തോയം എന്ന് പറഞ്ഞാൽ ശുദ്ധവെള്ളം എന്ന് പറഞ്ഞാൽ മായമില്ലാത്ത ദൈവത്തിന്റെ വചനം. മായമില്ലാത്ത ദൈവവചനം പറഞ്ഞെങ്കിലേ ഭാഗ്യ ശുദ്ധീകരണം നടക്കൂ. ആന്തരിക ശുദ്ധീകരണം ദൈവം ചെയ്യുന്നതാ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ. ഭാഗ്യ ശുദ്ധീകരണം നമ്മളൂടെ കൂടെ ചെയ്യുന്നതാ. ദൈവം രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി തങ്കമ്മേ ബ്രഷും പേസ്റ്റ് കൊടുക്കുക, പല്ല് തേപ്പിച്ചു പോകാൻ പോവാ. ദൈവം ചെയ്യുകയല്ല. തല ഇങ്ങോട്ട് കാണിക്കുക, എണ്ണ വെച്ച് നിന്നെ കുളിപ്പിച്ചു പോകാൻ പോവാ, എനിക്ക് പറയാം മേരിയുടെ വീട്ടിലും പോകണം. ദൈവം പറയുകയല്ല, അത് തങ്ക തന്നെ ചെയ്യണം. ഭാഗ്യശുദ്ധീകരണം ഇതെങ്ങനെയായി? ഭാഗ്യശുദ്ധീകരണം മായമില്ലാത്ത ദൈവത്തിന്റെ വചനം, കലർപ്പ് കൂടാതെ നിർമ്മല വചനം, കൂട്ടുചേർക്കാതെ മായം ചേർക്കാതെ പണം നോക്കാതെ മുഖം നോക്കാതെ ആള് നോക്കാതെ പൊസിഷൻ നോക്കാതെ നിർമ്മല വചനം പറയണം. അത് സൂപ്രണ്ട് ഇരുന്നാലും പറയണം, ഓവർസീർ ഇരുന്നാലും പറയണം, പ്രസിഡന്റ് ഇരുന്നാലും പറയണം. നാളെ വിളിക്കോ വിളിക്കാതിരിക്കോ അത് നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, അത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതാണ്. കസാര തരുവോ തരുകയല്ല, കസാര ഇല്ലെങ്കിൽ നമ്മളൊരു കസാര ഉണ്ടാക്കിക്കൊണ്ടങ്ങ് പോയേക്കണം. ഇപ്പൊ അങ്ങനത്തെ കസാരയൊക്കെ കൊണ്ടൊടിച്ച് മടക്കി ബാഗിനകത്ത് വെക്കാം. ആരും തന്നില്ലേ ഒരു മൂലയിലോട്ടിട്ട് അവിടെ കയറി ഇരുന്നേക്കണം, പോരാന്നിടത്ത് മടക്കി ബാഗിനകത്ത്, അങ്ങനത്തെ കസാരയൊക്കെ കിട്ടും.
പണ്ട് കർത്തൃമേശ നടന്നപ്പോൾ തള്ളയും കൊച്ചും ഇരിക്കുക. കർത്തൃമേശ തള്ളയ്ക്ക് കൊടുത്തു, കൊച്ചെടുക്കാൻ വന്നപ്പോൾ ഉപദേശിച്ച് കൊടുത്തില്ല. ഉടനെ തള്ള പറഞ്ഞു, വാ വെച്ചേ, നിങ്ങൾക്ക് ഞാൻ മേടിച്ച ഇയാൾ തന്നാൽ ഇച്ചിരി തരുവോളെന്ന്. കൊച്ചിനായിട്ട് പോയിട്ട് കടയിൽ നിന്ന് മേടിച്ച് 3 മണ്ണ് നീ ആവശ്യം പോലെ തിന്നാൻ പറഞ്ഞു. അവിടെ നന്ന ഇമ്മിണിയല്ലേ തരുവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഭാഗ്യശുദ്ധീകരണം അത് ദൈവത്തിന്റെ വചനത്താല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി കർത്തൃദാസന്മാരോടും കൂടെ പറയാം, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാ എങ്കിലും ഓർപ്പിക്കട്ടെ, ഓരോരുത്തരുടെ മുഖം നോക്കരുത്. ഇന്ന സഭ കിട്ടും അതൊന്നും നമ്മുടെ വിഷയമല്ല. തീർത്ത് കാര്യം പറയണം. സ്വർഗത്തിലാ പ്രതിഫലം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും തീർത്ത് പറയാൻ അറിയാൻ പാടില്ലായിട്ടില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ പറയാനൊക്കാത്ത ചുറ്റുപാടിലാ കൊണ്ട് കെട്ടിയിട്ടേക്കുന്നത്. അങ്ങനെയാണല്ലോ ഇതിന്റെ ഇണക്കല്ല ഇണക്കി ഇട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ കൊതുക് വീട്ടിൽ നിന്ന് പോരുന്നത് പോലെ കൊതുക് ഇറങ്ങാൻ നേരത്ത് ഭാര്യ ചോദിച്ചു അത്താഴം വേണോന്ന്. പുള്ളി പറഞ്ഞ അത്താഴം ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. അതിന് ഒന്നേ കുടിച്ച് യാകുമല്ലേ അടിച്ച് ചാകും. ഒന്നെങ്കിൽ അടി കൊണ്ട് യാകും, അല്ലേ കുടിച്ച് യാകും. എന്തായാലും ചാകും എന്നുള്ളത്. അപ്പൊ എന്നെ വിളിച്ചാൽ മതി. എപ്പോഴും വിളിക്കാൻ വേണ്ട, വല്ലപ്പോഴും. പിന്നെ സ്തോത്രം, നിർമ്മല വചനം അത് തീർത്ത് പറയണം. മായമില്ലാത്ത കൂട്ടുചേർക്കാത്ത നിർമ്മല വചനം നീ പറയുമ്പോൾ ഭാഗ്യശുദ്ധീകരണം ഉണ്ടാകും. അവൾ കർത്താവിന്റെ അടുക്കലോട്ട് വരുമ്പോൾ ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശുവിന്റെ അടുക്കൽ, ആ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് നമ്മൾ വരുമ്പോൾ 2 വിധത്തിലെ ശുദ്ധീകരണം അത് അത്യാവശ്യമാണ്. ഓടിച്ചു പറയാം. ഇങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചു വന്നവരോടാണ് 32 മുതൽ പറയുക, 3 കാലം നിങ്ങൾ ഓർത്തോണം. 3 കാലം. 1 പൂർവ്വകാലം ഓർക്കണം, 2 വർത്തമാനകാലം നിങ്ങൾ ഓർക്കണം, 3 നിങ്ങളുടെ ഭാവി കാലവും ഓർത്തോണം. സ്തോത്രം. എന്നോട് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പ്രസംഗം നിർത്തും. കർത്താവിന്റെ മഹത്വം. ഞാൻ പ്രസംഗം നിർത്തുമ്പോൾ ഓർത്തോണം, അതാ എന്നോട് പറഞ്ഞ സമയമെന്ന്. ഈ വാച്ച് കറക്റ്റ് ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, 3 കാലം. 1 പൂർവ്വകാലം ഓർക്കണം. എന്തുവായി എബ്രായ വിശ്വാസികളുടെ പൂർവ്വകാലം? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇവര് പൂർവ്വകാലത്ത് തീക്ഷണതയോടെ നിന്നവരാ, ഈ മാർഗത്തിന് വേണ്ടി കഷ്ടം സഹിച്ചവരാ. 32-ാം വാക്യത്തിൽ 1-2 കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പൂർവ്വകാലം എങ്ങനെയായിരുന്നു വായിച്ചേ ബ്ലസി? 32-ാം വാക്യം 10:32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതിന്റെ ആ കാലം, രക്ഷിക്കപ്പെട്ട കാലം, രക്ഷിക്കപ്പെട്ട കാലം. പിന്നെ പൂർവ്വകാലം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. അപ്പൊ ശ്രദ്ധിക്കുക, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം. അപ്പൊ ഇവരുടെ പൂർവ്വകാലം, ഇവര് കഷ്ടതയുടെ നീച്ചുളയിൽ കൂടിയായി വിശ്വാസത്തിന് വേണ്ടി നിന്ന അപമാനം, ആക്ഷേപം ഇതെല്ലാം സഹിച്ചായി ഇവർ വിശ്വാസ മാർഗത്തിന് നിന്നത്. അങ്ങനെ നിന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. നിന്ന് സഹിച്ചവർ ഇതിനകത്തുണ്ട്. കഷ്ടം സഹിച്ചവർ ഇതിനകത്തുണ്ട്. ആക്ഷേപങ്ങളും അപമാനങ്ങളും കേട്ടവർ ഇതിനകത്തുണ്ട്. അങ്ങനെ ആ വിശ്വാസത്തിന് വേണ്ടി നിന്നത്. നമുക്ക് മുൻപുള്ള അനേക കോടി വിശുദ്ധന്മാർ ഈ വിധത്തിലാണ് നിന്നത്. അവരെ ക്ഷീണിച്ചില്ല, തളർന്നു പോയില്ല, മാർഗത്തെ ദൂഷിച്ചില്ല. ആ മനുഷ്യ തല ഛേദിക്കുമ്പോഴും ഗളച്ഛേദം നടത്തുമ്പോഴും യേശുവിനെ ഉയർത്തിയാ മരിച്ചത്. കേരളത്തിലെ പെന്തിക്കോസിന്റെ ആരംഭകാലമൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കെല്ലാം അറിയത്തില്ല. ചില കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആദരണീയ കർത്തദാസന്മാർക്കും ചിലർക്കറിയാം. ദൈവത്തിന്റെ മഹത്വം. പാട്ടകൊട്ടിക്കളിയാക്കി ചാണകവെള്ളം തച്ചു, നാട് മുഴുവൻ അവരെ ആക്ഷേപിച്ചു, ഉപദ്രവിച്ചു, ബൈബിള് കത്തിച്ചു, വീട് കയറി ഉപദ്രവിച്ചു. ഇപ്പോഴും അങ്ങനെ ചിലർ ഉപദ്രവിക്കുന്നവരുണ്ട്. ഇതുപോലെ കൺവെൻഷൻ നടക്കുമ്പോൾ ട്യൂബലൈറ്റ് അടിച്ചു പൊട്ടിക്കുക, എന്തെല്ലാം പ്രശ്നങ്ങള്, ഉപദ്രവങ്ങള്, അടി, എന്തെല്ലാം പ്രശ്നങ്ങൾ. പക്ഷെ അവരെല്ലാം ധൈര്യത്തോടെ നിന്നു.
അവരുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. അവരുടെയൊക്കെ പ്രാർത്ഥനയും കൂടാ ഞാനും നിങ്ങൾ ഈ മാർഗത്തിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മെച്ചം കൊണ്ടൊന്നും വന്നതല്ല, നമ്മുടെ വിശേഷത കൊണ്ടും വന്നതല്ല, കൃപയാല്. അപ്പൊ പൂർവ്വകാലം ഒന്ന് ഓർക്കണം. നമ്മൾ അനുഭവിച്ച ആ ആത്മീക അനുഭവങ്ങൾ, ഇവർ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ നമ്മളും രക്ഷിക്കപ്പെട്ടു വന്നത്തെ കാലം ഒന്ന് ഓർത്ത് എന്തോ തീക്ഷണതയാ. അന്നത്തെ കയ്യടി, പാട്ട്, പ്രാർത്ഥന, യോഗം, കൂട്ടായ്മയ്ക്കുള്ള വരവ്, പോക്ക്, ഇരിപ്പ്. അയ്യോ, ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അങ്ങ് വെള്ളറട കേൾക്കാം. ഇപ്പൊ ഒരു സ്തോത്രം പറഞ്ഞ അടുത്തിരിക്കുന്ന പുള്ളി പോലും കേൾക്കില്ല. സൈക്കിളിന്റെ കാറ്റ് പോകും പോലെ പരിവക്കേടായി. അപ്പൊ ആരംഭ സമയത്ത് വളരെ തീക്ഷണയാ. കയ്യൊക്കെ അടിക്കുന്ന കൈയുടെ വിടവിലെങ്ങാനും ചെന്ന പപ്പടം പൊടിയും പോലെ പൊടി. ഇപ്പോഴത്തെ അടിയൊക്കെ കണ്ടാൽ നമുക്ക് അഡ്മിറ്റ് ആക്കാൻ തോന്നും. അടിക്കുന്നില്ലല്ലോ. അപ്പോൾ ആരംഭകാല തീക്ഷണയോട് ഇവര് നിന്നതാ. ഞാനെല്ലാം കഷ്ടത. അയ്യോ, ഈ മാർഗത്തിൽ വന്ന കഷ്ടതയുണ്ടെന്ന്. പുതിയ ഉപദേശം കഷ്ടതയൊന്നും ഇല്ലെന്നാ. ഇത് കഷ്ടതയുടെ മാർഗവും കൂടാ. സ്തോത്രം. ചില ആൾക്കാർ പറയുന്ന കഷ്ടമൊന്നും അഴിക്കുന്ന ചില ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. പുള്ളിയുടെ അഴിക്കാൻ പുള്ളി നോർത്ത് ഇന്ത്യയിൽ പോയി. സ്തോത്രം. കഷ്ടത എന്നുള്ളത് പുസ്തകം പഠിപ്പിക്കുമ്പോൾ ഒരു വരമാണ്, ഒരു വരമാണ്. കഷ്ടതകൾ ദൈവമേ എന്നവകാശം തന്നെയല്ലോ. കഷ്ടതകൾ ദൈവമേ എന്നവകാശം തന്നെ. ഓ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവരം. വിശ്വസിപ്പാൻ മാത്രമല്ല തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തി. തങ്ക കഷ്ടതകൾ അപ്പോൾ തങ്ക കഷ്ടത ഇതൊരു വരമാണ്. യേശു പഠിപ്പിച്ചല്ലോ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ. അതാ പൂർവ്വകാലം. കഷ്ടതയുടെ ആക്ഷേപം, നിന്ന അപമാനമൊക്കെ സഹിച്ചാ നിന്നത്. അതൊന്നും നിങ്ങൾ മറക്കരുത്. ഇനി കുറച്ചുകൂടെ പുറകോട്ടിറങ്ങിയാൽ പൂർവ്വകാലം അല്ല, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ അറിയാതിരുന്ന ഒരു കാലം. അത് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, ദൈവത്തെ അറിയാതിരുന്ന ഒരു കാലം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചാട്ടെ ആ ദൈവത്തിന്റെ മഹത്വം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇന്നും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. എന്തുവാ പ്രസംഗം നിർത്താനാണോ മറ്റോ ഉപദേശി പറഞ്ഞേ? അതോ ഇനി എന്തുവാ പറഞ്ഞത്? പറയാം. ഈ വായിക്കുന്ന ബ്ലസ്സി നേഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നതാണെന്നാ പറഞ്ഞത് അല്ലേ? ഏത് കോളേജ്? മേഴ്സി കോളേജോ? മൈക്ക് കൂടെ പറഞ്ഞ എല്ലാരും കേൾക്കട്ടെ. PRS നഴ്സിംഗ് കോളേജ്. അതെവിടാ? പഠിപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അതാ ഞങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പോ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അല്ല, ഇനിയും പോകുന്ന വഴി അതെല്ലാം ചിന്തിച്ചുകൊണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലേ ആ പാസ്റ്റ് പറയുമെന്ന് എനിക്ക് അച്ഛനെ പറ്റി വേണേൽ ചിലപ്പോൾ ചിന്തിക്കും. പുള്ളിയുടെ ഇരിപ്പ് കണ്ടപ്പോഴേ അറിഞ്ഞു പുള്ളി എന്തോ അത് അല്ലെ തെറ്റിദ്ധാരണ, അച്ഛനെ പറ്റിയും തെറ്റിദ്ധാരണ വരും. അത് ക്ലിയർ ആക്കിയതാ. സ്തോത്രം. അല്ല, എന്തുവാ പറഞ്ഞെന്നവർക്കേ. പിന്നെ നമ്മുടെ ആൾക്കാരാ നല്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഇനി 8-ാം വാക്യം മുതൽ വായിച്ച എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ദൈവത്തെ അറിയാതെ, സത്യദൈവം ഏതാണെന്നറിയാതെ നമ്മൾ അവിടെ ഇവിടെ വിരഞ്ഞോടി. എന്നാൽ യേശുക്രിസ്തു സത്യദൈവമാണ്, നിത്യദൈവമാണ്, ഏകദൈവമാണ്, സാക്ഷാൽ ദൈവമാണെന്ന് അറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കി. അങ്ങനെ ഈ കൃപയിൽ വന്നു. ആ കൃപയിൽ വന്നപ്പോൾ നിന്ദകളും പോരാട്ടങ്ങളും പീഡകളും കഷ്ടതകളും ഉണ്ട്. അതൊന്നും നിങ്ങൾ മറക്കരുത്. അനുഭവിച്ചതൊന്നും മറക്കരുത്.
അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യണം. പൂർവകാലം ഓർക്കണം. 2, വർത്തമാനകാലം. എന്തുവാ ഈ വർത്തമാനകാലം? വർത്തമാനകാലത്ത് നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. അതെന്താ അങ്ങനെ? ധൈര്യം ചോർന്ന് പോകത്തക്ക വിധത്തിലുള്ള വിഷയങ്ങളാ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കേരളം ആര് ഭരിച്ചാലും നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. ഇന്ത്യ മഹാരാജ്യം ആര് ഭരിച്ചാലും നമ്മുടെ ധൈര്യം ചോർന്നു പോകരുത്. ഏത് രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്നു അതൊക്കെ ദൈവത്താൽ നടക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്തു. ഞാൻ ആരുടെ മറ്റാവൊന്നുമല്ല. അത് അവനവന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് പൗരാവകാശമാണ്. കേന്ദ്രത്തിൽ മോദി ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെ. അതല്ല എല്ലാവരുടെ കൂടി ഇനി വേറെ ഭരണം വരുന്നെങ്കിൽ വരട്ടെ. രാഹുൽ ഗാന്ധി ആ കയറുന്നെങ്കിൽ കയറട്ടെ. എനിക്കിതൊന്നും വിഷയമല്ല. മമത വരുന്നെങ്കിൽ വരട്ടെ. വലിയ മമത ഇല്ലെങ്കിലും ആരേലും വരട്ടെ. ഇന്ത്യ മഹാരാജ്യം ഭരിക്കട്ടെ. പക്ഷെ നിന്റെ ധൈര്യം ചോർന്നു പോകരുത്. കോൺഗ്രസിന്റെ ഭരണം കണ്ടോ, BJP-യുടെ ഭരണം കൊണ്ടോ, RSS-ഓ, ബജരംഗ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാരോ, CPM-ഓ, CPI-യോ, ഇനി മുസ്ലിം ലീഗോ, ആര് വേണമെങ്കിലും ഭരിക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. ആര് ഭരിച്ചാലും അവൻ ഭരണം നടത്തിയാലും ദൈവമക്കളുടെ ധൈര്യം ചോർന്നു പോകരുത്. കാരണം പറയാം, ഇവിടെ ആര് ഭരിച്ചാലും നീതി കിട്ടത്തില്ലെന്നാ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നെ ആർക്ക് എവിടാ നീതി? ഇനി നീതിയോട് രാജാവ് ഭരിക്കാൻ പോവുക. നീതിയുള്ളവൻ ഭരിക്കും. അന്ന് മാത്രമേ ശരിയായ നീതി കിട്ടൂ. നീതിക്കായി മെഷിക്കാൻ തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മെഷിക്കാൻ തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. എഴുന്നു ശോഭിപ്പി ദീപം തെളിയിപ്പി, എഴുന്നു ശോഭിപ്പി ദീപം തെളിയിപ്പി. പറന്നു പോവാൻ കാലമേറ്റ് അടുത്തു വരുന്നില്ല. വാനിൽ പറന്നു പോവാൻ കാലമേറ്റ് അടുത്തു വരുന്നില്ല. നിൻ കിരീടം ആരുമേ കുത്തിടാതെ സൂക്ഷിക്ക. ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി കാക്കുക. നിൻകിരീടമാരുമേ തൂത്തിടാതെ സൂക്ഷിക്ക. ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി കാണുക. എഴുന്നു ശോഭിപ്പി ദീപം തെളിയിപ്പി, എഴുന്നു ശോഭിപ്പി ദീപം തെളിയിപ്പി. ഓ പറന്നു പോവാൻ കാലമേറ്റ് അടുത്തു വരുന്നില്ല. വാനിൽ പറന്നു പോവാൻ ദൈവത്തെ സ്തുതിക്ക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വർത്തമാന കാലത്തിൽ നിന്റെ ധൈര്യം ചോർന്നു പോകരുത്. സുവിശേഷ വേലയിൽ നിന്ന് പിന്മാറരുത്. അക്രമങ്ങൾ വരും, അനീതികൾ വരും, സുവിശേഷ വിരോധികൾ എഴുന്നേറ്റെന്ന് വരാം, ബൈബിൾ കീറിയെന്ന് വരാം, തല്ലിയെന്ന് വരാം, ചിലരെ കണ്ടിച്ചെന്ന് വരാം, ചുട്ടുകരിച്ചല്ലോ ഒരു ഗ്രഹാം സ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെ. ഇതൊക്കെ സംഭവിക്കും. ധൈര്യം ചോർന്നു പോകരുത്. പള്ളിക്കകത്ത് കയറി ചിലപ്പോൾ ഉപദ്രവിക്കും. അങ്ങനെ പുസ്തകത്തിൽ വാക്യമുണ്ടല്ലോ, അന്ത്യസമയത്ത് അങ്ങനെ വരുമെന്ന്. നിന്റെ ധൈര്യം ചോർന്നു പോകരുത്. നീ ആരാധനയ്ക്ക് വരുമ്പം അവന് ഇതിന് താല്പര്യമില്ലാത്ത ചിലപ്പോൾ കാല് മടക്കി അടിച്ച് ബൈബിൾ കളയും. ബൈബിൾ ഇല്ലെങ്കിൽ നീ അന്ന് ആരാധനയ്ക്ക് വന്നോ, ചോർന്നു പോകരുത്. ധൈര്യത്തോടെ നിൽക്കണമെന്ന്.
അന്നേരം നീ വിളിച്ചു പറയണം, യേശു ക്രിസ്തു ഏകരക്ഷിതാവ്. ഈവൻ പോകേണ്ടി വന്നാലും അവൻ പെടലേക്ക് കൊണ്ട് കത്തി വെച്ചാലും പറയണം, ക്രിസ്തു തന്നെ രക്ഷകൻ, മറ്റൊരുത്തൽ രക്ഷയില്ല. ധൈര്യം ചോർന്നു പോകരുത്. ആ മുക്കിന് പരിശോധന നടത്തുമ്പോൾ പറയുന്ന ഒക്കത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ മുക്കി പോയി നടത്തണം. അവിടെ ഒക്കുകയെന്ന് പറയുമ്പോൾ തന്റെ ഈ നടുക്ക് വന്ന് നടത്തണം. ഇവിടെ എങ്ങും ഒക്കുകയെന്ന് പറയുമ്പോൾ വെള്ളറടലോട്ട് പൊക്കണം. എങ്ങും ഒക്കുകയെന്ന് പറയുമ്പോൾ എല്ലായിടത്തും അങ്ങ് യോഗം നടത്തണം. എടാ, ഒരു ഗ്രൂപ്പുകാർക്ക് നടത്താൻ മേലെ വേറൊരു ഗ്രൂപ്പുകാർക്ക് നടത്താം. അത് ഒരു ന്യായമല്ലല്ലോ. എല്ലാത്തിനും ഒരു ന്യായമില്ലേ? നിന്റെ ധൈര്യം ചോർന്നു പോകരുത്. സ്തോത്രം. ഈ വർത്തമാനകാലത്തിലെ ഒത്തിരി സംഭവങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ദൈവമക്കളുടെ ധൈര്യം ചോർന്നു പോകരുത്. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിവരേദിക്കണം. അടിയുടെ മുൻപിൽ, വടിയുടെ മുൻപിൽ, അടിയുടെ മുൻപിൽ, വടിയുടെ മുൻപിൽ തകരുകയിൽ ഈ മാർഗം. അടിയുടെ മുൻപിൽ, വടിയുടെ മുൻപിൽ തകരുകയിൽ ഈ മാർഗം. അടിയുടെ മുൻപിൽ, വെടിയുടെ മുൻപിൽ തകരുകയിൽ ഈ മാർഗം. അടിച്ചമർത്താൻ നോക്കും ഓ അടിക്കടി ഉയരും ഈ സുവിശേഷം. അടിച്ചമർത്താൻ നോക്കും ഓ അടിക്കടി ഉയരും ഈ സുവിശേഷം. ഓ യുവാക്കളെ, യേശുവിനായി പൊരുതാ, വചനം എന്ന വാളെടുത്ത് യേശുവിനായി പൊരുതാ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. ധൈര്യത്തോടെ നിന്നോണം. സ്തോത്രം. ഒന്ന്, പൂർവകാലം ഓർത്തോണം. നീ കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കവും ആക്ഷേപവും നിന്നെ സഹിച്ച ഈ മാർഗത്തിന് വേണ്ടി നിന്നത് മറക്കരുത്. രണ്ട്, നിന്റെ ധൈര്യം ചോർന്നു പോകരുത്. അതാ വർത്തമാനകാലം. പിന്മാറരുത്, ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ നാം തക്ക സമയത്ത് കൊയ്യും. ക്ഷീണിക്കരുത്. മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കോ, കേൾക്കാതിരിക്കോ, പക്ഷെ നീ യേശുവിനെ വെളിപ്പെടുത്തണം. നിന്റെ ധൈര്യം ചോർന്നു പോകരുത്. ഇതാരെ നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി ഒന്നും എടുക്കുന്ന മാർഗമല്ല. നീ രക്ഷിക്കപ്പെട്ടോണോ ഇല്ലേ അതിനെ ഇപ്പൊ ശരിയാക്കും, അങ്ങനൊന്നും അല്ല. ഇത് കാര്യം പറഞ്ഞു കൊടുക്കാൻ നിനക്ക് ഇട്ടോണ്ടാ കേട്ടാ മതി. അത്രേ ഉള്ളു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം. സ്തോത്രം. പറയേണ്ട കാര്യം നമ്മുടെ ധൈര്യം ചോർന്നു പോകരുത്. മൂന്ന്, ഭാവി കാലം. അതുകൂടെ പറഞ്ഞങ്ങ് നിർത്തുക. 37 വാക്യം വായിച്ച എന്തോ ഭാവി കാലം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാ നമ്മുടെ ഭാവി. താമസിക്കുകയുമില്ല. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. എന്തിനാണെന്നറിയാമോ? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക്. ഈ അപമാനവും നിന്നെ ആക്ഷേപവും ഒക്കെ സഹിച്ച് ധൈര്യം ചോർന്നു പോകാതെ ഈ മാർഗത്തിന് വേണ്ടി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ആ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് വേർപാട് പാലിച്ച് ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പോസ്തലിക ഉപദേശത്തിൽ നിലനിന്ന് അനുദിനം മാനസാന്തരപ്പെട്ട് ലോകത്തിൽ നിന്നുള്ളതായ പലതിൻ്റെയും വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാ നമ്മുടെ ഭാവി പ്രത്യാശ. അതാ ഭാവി കാലം. യേശു വീണ്ടും വരും. അതിനൊത്തിരി തെളിവുണ്ട്. ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്. വേറെ എന്നാ തെളിവാ? യേശു പറഞ്ഞതില്ലേ ഏറ്റവും വലിയ ഉറപ്പ്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവാ. യേശു പറഞ്ഞതാ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവാ.
അവിടെ ചെന്ന് സ്ഥലമെല്ലാം ഒരുക്കിയേച്ച് ഞാൻ അവിടെ പമ്മി ഇരിക്കുകയല്ല. എൻ്റെ ഭാഷയെ പറയുക, തിരിച്ചു വന്നു നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും. സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. എൻ പിതാവിൻ കൃപ ഇன்பമേയും പല. എൻ പിതാവിൻ കൃപ ഇன்பമേയും പല. എൻ പിതാവിൻ കൃപ സമൃദ്ധ പവനങ്ങൾ ഉണ്ടതിനാൽ വേഗം. സമൃദ്ധ പവനങ്ങൾ ഉണ്ടതിനാൽ വേഗം ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ. പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. സത്യമായെന്നിലും 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 നിത്യപിതാവിലും സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പിൽ സന്തതവും നിങ്ങൾ സത്യമായി വിശ്വസിപ്പിൽ സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ യേശു ക്രിസ്തു വീണ്ടും വരും. അതാണ് നമ്മുടെ ഭാവി പ്രത്യാശ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ അരി മേളിലോട്ട് നോക്കി ഇപ്പം വരുമെന്നാണോ? അതാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. മേളിലോട്ട് നോക്കുന്നു വന്നോ, എന്നാ നമ്മളെല്ലാരും പോവില്ലയോ? സ്തോത്രം. യേശു വീണ്ടും വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, തളർന്നു പോകരുത്, മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. യേശു വീണ്ടും വരും. ഒരിക്കൽ വന്നു. എന്തിനാ? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ.
അതല്ലേ 9-ാം അധ്യായത്തിന്റെ 26 വായിച്ചാട്ടെ. എബ്രായ ലേഖനം 9:26. ഒരിക്കൽ വന്നത് പാപപരിഹാരം വരുത്താൻ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ പ്രത്യക്ഷനായവൻ ഇനി രണ്ടാമത് പ്രത്യക്ഷനാകും. 9:28 വായിരേ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. 9:26 ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ആ പാപപരിഹാരം സ്വർഗത്തിൽ പോയി. ഇനി രണ്ടാമത് പ്രത്യക്ഷപ്പെടും. അതാ നമ്മുടെ ഭാവി പ്രത്യാശ. അതാ ഭാവി കാലം ഓർക്കാൻ പറഞ്ഞത്. യേശു വീണ്ടും വരും. ഏറ്റവും വലിയ ഉറപ്പ് യേശു പറഞ്ഞേച്ചാ പോയത് പോയിച്ചു വരാന്ന്. ഇന്ന് വരെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോയത് തന്നെ പറഞ്ഞില്ലല്ലോ. ഇന്നല്ലേ പോയിച്ചു വരാന്ന് പറയാന്നേ. അപ്പച്ചൻ എങ്ങനെയാ പോയത്? എന്തേലും പറഞ്ഞോ? ഇല്ല, കണ്ണ് മറഞ്ഞായിരുന്നു. ആരുണ്ടായിരുന്നു അടുത്ത്? ഞങ്ങളെല്ലാരും അടുത്തുണ്ടായിരുന്നു. തങ്കമ്മേന്ന് വിളിക്കാൻ തങ്കേന്ന് വിളിക്കാൻ ചുണ്ടും നാക്കും തിരിഞ്ഞ ഒന്നും പറഞ്ഞില്ലേ അപ്പച്ച? ഇല്ല, കണ്ണിൽ കൂടാ ജീവൻ പോയത്. പിന്നെ മൂക്കിന്റെ 2 തുള എന്തിനാ? ഇതൊക്കെ പോകേണ്ട തലത്തൂടെ പോണം. അപ്പച്ചൻ പോയ ചരിത്രമൊന്നും പറയാതിരിക്കുന്നതാ. യേശു അങ്ങനല്ല പോയത്. യോ എൻ്റെ ദൈവമേ, മരിക്കുന്നതിന് മുന്നേ മിക്കപ്പോഴും പറഞ്ഞായിരുന്നു ഞാൻ മരിക്കുമെന്ന്. മരിക്കുന്ന വിധവും പറഞ്ഞേച്ചാ പോയത്. ക്രൂശിക്ക് വന്ന് എല്ലാം പറഞ്ഞേച്ചാ പോയത്. എന്നെ ക്രൂശിക്കും, ക്രൂശിച്ച് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർക്കും. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴേ പറഞ്ഞേച്ചാ പോയത്. അല്ലാതെ ആരും കാണാതെ ഉണ്ടയിട്ട് പോയ ആളൊന്നും അല്ല യേശു. മരിച്ചു കഴിഞ്ഞ് ഉയർത്ത് അരുമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അല്ലാതെ പമ്മി അതിലെല്ലാം നടക്കുകയല്ലായിരുന്നു. ഇലയാണെങ്കിൽ പാപ്പച്ചനാന്നാ തോന്നുന്നത്. കാണാൻ ചെന്ന പാപ്പച്ചൻ പോയി. കോഴി കണ്ടമാനം കൊക്കുന്ന അപ്പച്ചൻ വന്നെന്നാ. അപ്പച്ചൻ എന്തിനാ കോഴിക്കോടിൻ്റെ അവിടെ വരുന്നത്? മുട്ട എടുക്കാനോ? യേശു എല്ലാവരും കാണുക, ശിഷ്യന്മാര് കാണുക. ആദ്യം മറിയയ്ക്ക്, പിന്നെ കേഭാവിന്, 12 എമ്മവസ് പോയവർക്ക്, കടക്കര വെച്ച്, ബദാനി വെച്ച് സ്തോത്രം. പിന്നെ മുറി അടച്ചിട്ടപ്പം എനിക്ക് പാട്ടൊക്കെ വരുന്നുണ്ട്. വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ശുഭനാജ്ഞ നൽകി, അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ, എന്നും ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ അത് നേരമില്ല. അപ്പോൾ അവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ ഇവരെയെല്ലാം ബദാനിയോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്ത് നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ശിഷ്യന്മാർ ഇമ വെട്ടിക്കാറ് നോക്കി നിൽക്കുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോയി. സ്തോത്രം. മേഘം വന്ന് മൂടി മറച്ചു. അപ്പോൾ പോയിട്ട് വരുമെന്ന് യേശു പറഞ്ഞു. 2 ദൂതന്മാര് പറഞ്ഞു. സ്വർഗത്തിലേക്ക് കർത്താവ് കരേറിപ്പോയപ്പോൾ മേഘം വന്ന് മൂടി അവനെ മറച്ചു. അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ. ശരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാൻ. ശരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാൻ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? അപ്പൊ ശ്രദ്ധിക്കുക,
അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. പുരുഷന്മാരാണെങ്കിലോ ദൂതന്മാരാ. അവര് വന്ന് ചോദിക്കുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാ ഈ ആകാശത്തോട്ട് പിന്നെ നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തിരിച്ചു വരും. നമ്മുടെ വായു പ്രത്യാശ അതാ, ഉറപ്പാ. ദൂതന്മാര് 2 പേര് പറഞ്ഞത് നടക്കുകയല്ലേ? പിന്നെ 6-ാം മാസം ഗബ്രിയേൽ നസറേത്തിൽ ഒരു ദൂതനാവെന്ന് പറഞ്ഞ മറിയെ, നീ ഗർഭവതിയാകും, നീ ഒരു കൊച്ചിനെ ഉദരത്തിൽ വഹിക്കും, കുഞ്ഞിനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വെക്കുന്നു, യോസഫിനോടും എല്ലാം പറഞ്ഞു. ഒരു ദൂതനാവെന്ന് പറഞ്ഞ് ആ ഒരു ദൂതൻ പറഞ്ഞ കാര്യം സൂക്ഷ്മ സമയമായപ്പം നടന്നു. അങ്ങനെയാണെങ്കിൽ പോയപ്പൻ 2 ദൂതനാ പറഞ്ഞത്, പോയതുപോലെ വരും. ഒരു ദൂതൻ പറഞ്ഞ കാര്യം നടക്കുമെങ്കിൽ 2 ദൂതൻ പറഞ്ഞ കാര്യം കാണിച്ചമായിട്ട് നടന്നിരിക്കും. സ്തോത്രം, സ്തോത്രം. നമ്മുടെ പ്രത്യാശ യേശു വീണ്ടും വരും. ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇനി പ്രസംഗിച്ചാൽ അത് ശരിയല്ല. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി, ക്രമപ്പെടാനാന്നേലും ഇതെല്ലാം മതി. ബാക്കി നാളെ വരുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ നന്നായിട്ട് സംസാരിക്കും. നിങ്ങളെല്ലാം വന്ന് സംബന്ധിക്കുക. ഓർക്കുന്ന സമയം എന്നെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും കൂട്ടുവേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. എല്ലാ സഹകരണങ്ങൾക്കും നന്ദിയും ചൊല്ലുന്നു. യേശു വീണ്ടും വരും. വരവിനായിട്ടൊരുങ്ങണം. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തന്നെത്താൻ സ്തോത്രം വെടിപ്പാക്കി കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങണം. അവനെ വളരെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി എന്ന പുസ്തകത്തിലെ വാക്യം ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. കർത്താവിൻ്റെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്, എല്ലാവരും ചേർത്ത് കൊള്ളപ്പെടണം. ഇന്ന് രാത്രി അതിനായിട്ടൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ കൈയടിച്ച് പാടി, നമുക്ക് മൊത്തം പാടുന്നില്ല, 2-3 ചരണങ്ങൾ പാടി ഇന്ന് രാത്രി നമുക്ക് സന്തോഷത്തോടെ പിരിയാം. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാനിപ്പോൾ പറയത്തില്ല, ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ചിലപ്പം റോഡ് ചേർന്നായതുകൊണ്ട് ഇറങ്ങി അങ്ങ് പോകും. അപ്പം അതുകൊണ്ട് ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. അതല്ല, അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇരുന്നുകൊണ്ട് പാടുമ്പം അവര് എഴുന്നേറ്റ് അങ്ങ് പോവുക. അപ്പൊ എനിക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ ആരൊക്കെയാ പോകുന്നെന്ന്. സ്റ്റേജിൽ നിൽക്കുന്ന കർത്തദാസന്മാർക്ക് ആപതുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നു. നിങ്ങളിപ്പോൾ എഴുന്നേക്കണ്ട. അത്യാവശ്യമുള്ളവർക്ക് വേണേൽ പോവുകയും ചെയ്യാം. പാട്ടിൻ്റെ ഈ റെഡി പാടുമ്പോൾ പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങളെ പാടുന്നുള്ളൂ. കർത്താവിൻ്റെ മഹത്വം കൈകളടിച്ച് ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ സ്തുതിച്ചാട്ടെ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങളാ. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. കാകല ധ്വനിയിങ്കൽ കാകല ധ്വനിയിങ്കൽ കാകല ധ്വനിയിങ്കൽ കാകല ധ്വനി ഓ ജഡജട ഉയർത്തിടും തിരുമുഖം. ആ ജഡജട ഉയർത്തിടും തിരുമുഖം കാൺമാൻ പറഞ്ഞേ നിന്നെ. ഓ എനിക്കധികം കൊതിയുണ്ട് പറഞ്ഞേ നിന്നെ കാണാൻ. എനിക്കധികം കൊതിയുണ്ട് പറഞ്ഞേ നിൻമുഖം. പറഞ്ഞേ നിൻമുഖം. പറഞ്ഞേ നിൻമുഖം. ആരനെ നിൻമുഖം കണ്ടു കൊതി തീരാനും ഉണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ട് കൈയടിച്ച്. ആശ. ഓ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. ഓ ശുദ്ധരല്ല ഗീതപ്പാടും തന്റെ വരവിൽ. ശുദ്ധരല്ല ഗീതപ്പാടും തന്റെ വരവിൽ. ഓ ആർത്തും ഘോഷിച്ചോ ആർത്തും ഘോഷിച്ചോ. ഓ ആർത്തും ഘോഷിച്ചോ ആർത്തും ഘോഷിക്കും ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ. ഓ ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ പറഞ്ഞേ നിന്നെ. നിന്നെ Glory. കാണാൻ
എനിക്കധികം കൊതിയുണ്ട് ഓ പരനേ നിൻമുഖം ഭരണേ നിൻമുഖം ഓ പരനേ നിൻമുഖം ഭരണേ Glory. നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ട് എനിക്കാശ ഓ കണ്ടുകൊതി തീരാനുണ്ട് എനിക്കാശ കരമുയർത്തി ഹല്ലേലൂയ പാടാം ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം ഹല്ലേലൂയ ഇതുവരെയും ഈ ശുശ്രൂഷയിൽ സഹകരിച്ച് സംബന്ധിച്ച ഈ ദേശനിവാസികൾ ദൈവമക്കൾ കർത്താവിന്റെ വലിയ ദാസന്മാർ എല്ലാവർക്കും നന്ദി. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ പഴയ പാട്ടിന്റെ ഒരു ചരണം കൊണ്ട് കരങ്ങളൊന്ന് വീശി ഉയർത്തി ഒന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ യേശുനാമത്തിനു ജയം അല്ലലെല്ലാം അവനകലെ കളയുമേ യേശു രാജാവിനോ ജന നല്ലവനാം യേശുരാജൻ വരും സർവവല്ലഭ യേശുവേ വേഗം വരണം സ്തുതിപ്പി സ്തുതിപ്പി കരമുയർത്തി ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനേ ഓ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരത്തിൽ കരളകൾ വീശി കേൾക്കും കാതുള്ളേ രോഗപാപചുമടിനെ ശിരസു കൊണ്ടു ഓ സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനേ ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനേ സ്തുതിപ്പി ലോകത്തിൻ പാപത്തെ നീക്കുവാൻ ആദിമനായി വന്ന ദൈവകുഞ്ഞാടിനെ സ്തുതിപ്പിൻ യേശുദേവനേ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനേ കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ജനമേ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ എല്ലാവർക്കും ഇരിക്കാം. ഇന്നലെയും ഇന്നും ഇവിടെ നടന്ന ഈ കൺവെൻഷനിൽ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാന്യ സഭയ്ക്കും ദൈവദാസനും ചുമതലപ്പെട്ടവർക്കും വിശേഷിച്ച് സെന്ററിന് ചുമതല വയ്ക്കുന്ന കർത്തദാസൻ ഈ ദേശനിവാസികൾ എല്ലാവർക്കും നന്ദി.